Hi, welcome to Srra Qualifiers. നോക്കി നോക്കാം അടുത്ത എവിടെ ആടി നടക്കുക, നോക്കി നോക്കാം എന്താ സംഭവം നോക്കാം. എന്താ സംഭവം, എവിടെയാണ് നടക്കുന്നത്, എന്താ സംഭവം നോക്കി നോക്കാം. എവിടെയാണ് അടിക്കുന്നത് നോക്കി നോക്കാം. ഫൈറ്റുകൾ നടക്കാൻ സാധ്യതയുണ്ട്. എത്ര പേര് ജോയിൻ ചെയ്തു? 51 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 51 പേര് ജോയിൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ, സമയമാവുന്നു. സോ എന്തായാലും നോക്കാം. അവിടെ കളി നടക്കും, എവിടെ കളി നടക്കും എന്നുള്ളത് അറിയില്ല. നോക്കണം എവിടെ കളി നടക്കും എന്നുള്ളത്. ലൈവ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ലൈവ് ലിങ്ക് എവിടെ? ലൈവ് ലിങ്ക് കാണുന്നില്ലല്ലോ. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് കയറിക്കോളൂ. കളി തുടങ്ങാൻ സമയമായി. കളി തുടങ്ങാൻ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കയറിയാലേ നമുക്ക് പെട്ടെന്ന് കളി തുടങ്ങാൻ പറ്റുള്ളൂ. റാങ്കിൽ മാപ്പ് ആകുമ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് കയറിയിട്ട് ഓക്കെ. ലൈവ് ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലൈവിൽ വരിക. ലൈവിൽ വന്നില്ല സപ്പോർട്ട് ചെയ്യുക. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. 55 പേര് ജോയിൻ ചെയ്ത് ടീമൊക്കെ നോക്കി നോക്കാം. ജസ്റ്റ് നോക്കുമ്പോൾ DS ടീമിൻ്റെ ഫുൾ ടീം സെറ്റായിട്ട് നിൽപ്പുണ്ട്. TOT ടീം ഫുൾ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ആംഡിൻ്റെ ഫുൾ ടീം സെറ്റാണ്. എക്സ്ട്രീം ടീം ഫുൾ സെറ്റാണ്. BDK ടീം ഫുൾ സെറ്റാണ്. ഡെഡ്ലി ടീം ഫുൾ സെറ്റാണ്. ഡെഡ്ലി ടീം ഓൾറെഡി ഇന്നലെ കളിയായിരുന്നു. ടീം ഗ്രൂപ്പ് ബിയിലെ ഇപ്പോൾ ടേബിൾ ടോപ്പ് നിൽക്കുന്ന ഡെഡ്ലി ടീമാണ്. സോ ഇന്ന് അവർക്ക് നല്ലൊരു പെർഫോമൻസ് അവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ക്വാളിഫൈ ആവും. സോ എന്താ നമുക്ക് ഒരു അറിവിലേക്ക് പറഞ്ഞ SRA എലൈറ്റ് റൂമിലേക്കുള്ള ക്വാളിഫൈസാണ് നടക്കുന്നത്. സോ എലൈറ്റ് ക്വാളിഫൈസിലെ ടോപ്പ് 3 ടീംസാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് 3 ടീം. അത് ഈ ഗ്രൂപ്പിൽ നിന്ന് 3 ടോപ്പ് 3 ടീംസ് മാത്രമാണ് ക്വാളിഫൈ ആവുന്നത്. നോക്കാം. നേരത്തെ GS ടീം കയറിയിട്ടുണ്ട്. FT ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്. TS ടീം ഫുൾ സെറ്റായി കയറിയിട്ടുണ്ട്. വൈപ്പറിൻ്റെ ടീം ഫുൾ സെറ്റാണ്. 420 ടീം ഫുൾ സെറ്റാണ്. ടീം സെറ്റാണ്. എക്സ്പൈറ്റിൻ്റെ ടീം 3 പേരെ കയറിയിട്ടുള്ളൂ. Sinners X ടീം 3 പേര് എത്തിയിട്ടുണ്ട്. സോ എല്ലാവരും എത്താത്ത ടീമൊക്കെ പെട്ടെന്ന് എത്തിക്കുക. 54 പേര് ജോയിൻ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കളിക്കാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ ബ്ലാക്ക് ടെസ്റ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. നമുക്ക് ബ്ലാക്ക് ടെസ്റ്റ് ചെയ്യും, ഉറപ്പായും ബ്ലാക്ക് ടെസ്റ്റ് ചെയ്യും. ഇനി അവർ കളിക്കാൻ പറ്റില്ല ക്വാളിഫയേഴ്സ് ഗെയിംസ്. നിങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ലോട്ട് റിസർവ് കളിക്കാതിരിക്കുന്നത് വളരെ മോശപരമായ ഒരു പരിപാടിയാണ്. ഒരുപാട് ടീമിൻ്റെ അവസരം നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുക. സോ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ സ്ലോട്ട് റിസർവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളൊന്ന് കളിക്കുക. അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. സോ നോക്കാം. ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ മാച്ച് സ്റ്റാർട്ടാകും. 3:30 ആയിട്ടുണ്ട്. 3:30 കഴിഞ്ഞു. മാച്ച് ഇന്ന് തുടങ്ങാത്ത ഓക്കെ. അപ്പോൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നിറാങ്കലാണ് മാപ്പ്.
മാപ്പ് ലോഡാവുമോ എന്നായി നോക്കണം. മാപ്പ് ലോഡായി കഴിയുമോ എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ടാസ്ക്. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തു. നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജോയിൻ ആണ്. സോ മാച്ച് 30 മിനിറ്റ് സ്റ്റാർട്ട് 30 സെക്കൻഡും കൂടെ ഉള്ളൂ സ്റ്റാർട്ടാവും ഇത് സംഭവിക്കുന്നത് എന്താ സംഭവിക്കുക നോക്കാം. എത്ര പേര് ജോയിൻ ചെയ്തു 55 പേര് ജോയിൻ ചെയ്തു. 55 പേര് ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാ ടീമും സെറ്റാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു ടീമിന് മാത്രം 3 പേരുള്ളൂ. ബാക്കി എല്ലാ ടീമും സെറ്റാണ്. എല്ലാ ടീമും സെറ്റാണ്, നല്ല കാര്യം. പക്ഷേ ബാക്കിയുള്ള ടീമും കൂടെ വരാത്ത ടീംസിനുള്ള പ്രത്യേക ശ്രദ്ധിക്കുക. നിങ്ങളിനി അടുത്ത പ്രാവശ്യം വരാൻ പ്രതീക്ഷിക്കരുത്. കാര്യം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്തായാലും കിടക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ജോയിൻ 55 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 55 പേര് ജോയിൻ ചെയ്ത് നമുക്ക് മാപ്പ് എവിടെയാണെന്ന് നോക്കി നോക്കാം. മാപ്പ് വരുന്നത് റാങ്കൽ മാപ്പാണ്. റാങ്കൽ മാപ്പിൽ എങ്ങോട്ടാണ് അടി വരുന്നത്? സ്നോ പോയിന്റ് മുതൽ അങ്ങ് ജോർജോ പൂൾ സാർക്കി വരെ കിടക്കുന്ന ഒരു ഫ്ലൈറ്റ് റൂട്ടാണ്. ഫ്ലൈറ്റ് എവിടെയായിരിക്കും വരിക? 55 പേര് വെച്ച് എവിടെയായിരിക്കും ഫ്ലൈറ്റ് വരിക എന്ന് നോക്കാം. അടി എവിടെയായിരിക്കും കിട്ടുക എന്ന് നോക്കാം. കണ്ടറിയണം എവിടെയാണ് കിടക്കുന്നത്. നോക്കാം എന്താ സംഭവിക്കാന്ന്. GSന് സപ്പോർട്ട് ഫുട്ബോൾ മീഡിയ എത്തിയിട്ടുണ്ട്. പിന്നെ വെൽക്കം സ്ട്രീം ബ്രോ. GSന് സപ്പോർട്ട് GSന് നമുക്ക് എല്ലാവരും സ്ലോട്ട് ഒന്നെല്ലാവരും നോക്കിക്കുക. സ്ലോട്ട് എവിടെയാണ് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്നുള്ളത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റും. സോ ഇതാണ് സ്ലോട്ട് ലിസ്റ്റ് കാണുക. നിങ്ങളുടെ കമൻറ്റ് വന്നിട്ട് 1 മിനിറ്റിനുള്ളിൽ എനിക്ക് ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും. പക്ഷേ 1 മിനിറ്റ് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. ഷാൻസാർ ജെന്നിഫർ കാരോൺ. ഓക്കെ, പേര് പറ്റും. ഇവിടെ എത്തിയിട്ടുണ്ടോ? ഓക്കെ, അടിപൊളി. ഷാൻസാർ നമസ്തേ. പിന്നെ അല്ല, സോ എന്തായാലും ലൈവിൽ ഇരിക്കുക. നമുക്ക് ലൈവ് ഹാൻഡിൽ ചെയ്യാൻ ഒരാളെത്തിയിട്ടുണ്ട്. ആവശ്യമുണ്ട്. സോ എന്തായാലും എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. സോ നോക്കാം. അടി വരുന്ന GS ടീം 14 GS ടീമിൻ്റെ കൂടെ തന്നെ പോയി നോക്കാം. GS ടീമിൻ്റെ സപ്പോർട്ട് ആണ്. GS ടീമിനോട് പോയി നോക്കാം. കാര്യം അവരല്ലേ ഇവിടെ നിൽക്കുന്നത്. നോക്കാം അവരുടെ ടീം എവിടെയാണ് നോക്കാം. അവരുടെ ടീം ജസ്റ്റ് വണ്ടിക്കകത്താണ് നിൽക്കുന്നത്. വണ്ടിക്കകത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. നോക്കാം എവിടെയാണ് നടക്കുന്നത്. ഫസ്റ്റ് എവിടെ ആൾ ഇറങ്ങുന്നത് നോക്കാം. GS ടീം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്നാലും ഫസ്റ്റ് ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക? ഫസ്റ്റ് ഫൈറ്റ് മിൽട്ടയിലായിരിക്കും, അത് മിൽട്ട പവറിലായിരിക്കുമോ? നുവോ പോനിയിലെ 2 ടീം ഇറങ്ങിയിട്ടുണ്ട്. നുവോ പോനിയിൽ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഡെഡ്ലി ടീമും 420 ടീമും നുവോ പോനിയുടെ സൈഡിലുണ്ട്. അവിടെ ഫൈറ്റ് എടുക്കാം. മിൽട്ടയുടെ ഷെൽട്ടറിൻ്റെ സൈഡിലോട്ട് ടീം പോകുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഫൈറ്റ് നടന്നേക്കാം. എന്താണ് ബിഗ് ഫാൻസ് RNS എത്തിയിട്ടുണ്ട്. പിന്നെ അല്ല നമ്മുടെ സ്വന്തം ഫാൻസ് എത്തിയിട്ടുണ്ട്. നോക്കാം. നുവോ പോനിയുടെ ബിൽഡിങ്ങിനവിടെയും കണ്ടെയ്നറിനായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ എവിടെയാണ് ഫൈറ്റ് നടക്കാൻ ചാൻസ്? ജോർജോ പൂൾ സിറ്റിയിലേക്കാണ് GS ടീം പോകുന്നത്. ജോർജോ പൂൾ സിറ്റിയിലേക്ക് GS ടീം പോകുന്നു. ആവുണ്ട് ടീം ഷൂട്ടിംഗ് റേറ്റ് 7 പോകുന്നു. എന്തായാലും ഒരുപാട് അങ്ങോട്ട് അടുത്തടുത്ത് നിൽക്കുന്ന ടീം എനിക്ക് തോന്നുന്നു ഡെഡ്ലി ടീമും 40 ടീം പോരാൻ എക്സ്ബൈ ടീമും TOD ടീമാണ്. നമുക്ക് എക്സ്ബൈ ടീമിൻ്റെ അടുത്തോട്ട് പോകാം. എക്സ്ബൈ ടീം TOD ടീമിൻ്റെ അടുത്തല്ല, ഡെഡ്ലി ടീമിൻ്റെ അടുത്തോട്ട് പോകാം. ഡെഡ്ലി ടീമിൻ്റെ അടുത്തായിരിക്കും ഏറ്റവും അടുത്ത് ഫൈറ്റ് നടക്കാൻ ചാൻസ് കൂടുതൽ. ഡെഡ്ലി ടീം വേഴ്സസ് ടീം നമ്പർ 11 ഏതാണെന്ന് നോക്കിയാൽ ടീം നമ്പർ 11 ഏത് ടീമാണ്? ടീം 11 420 ടീമാണ്. 420 ടീം വേഴ്സസ് ഡെഡ്ലി ടീം. ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഫൈറ്റ് നടന്നേക്കാം. തൊട്ടടുത്തന്നെ ആളുണ്ട്. അടി എപ്പോൾ വേണോ നടക്കാം. നോക്കാം എന്താണ് സൈറ്റ് എന്താണ് നടക്കുന്നത് നോക്കുക. ലൈവ് വന്നുകൊണ്ടിരിക്കുന്ന അറിയില്ല. ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മോട്ടിവേഷൻ ടു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. സോ നോക്കാം. അവിടെ ടീം 4 ചിലപ്പോൾ ഒരു ഫൈറ്റ് നടക്കാം. റീപ്പർ ടീം റീപ്പർ GS ടീം നോക്കാം. GS ടീം നോക്കാം. GS റീപ്പർ GS ആറ്റം GS റീപ്പർ ആൽഫ ക്രൈറ്റോസ് GS റീപ്പർ ഓടി ലോട്ട് ചെയ്യാൻ ഷോർട്ട് ഗൺ മാത്രമല്ല വേറൊരു ഗൺ കിട്ടും. രണ്ട് ഷോർട്ട് ഗൺ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം അടി നടക്കുമോ ഇല്ലയോ. ഡെഡ്ലി ടീം എടുത്തൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഡെഡ്ലി ടീം തൊട്ടടുത്ത് അനന്തർ അക്കൗണ്ട് ഷാൻസ് ഓക്കെ അനന്തർ അക്കൗണ്ട് കൊള്ളാം നല്ലത്. എന്താണ് GS ടീം പറഞ്ഞപ്പോൾ GS ടീം ഒറ്റയ്ക്കാണ്. ജോർജോ പൂൾ വേറെ ഒരു മനുഷ്യയില്ല. ജോർജോ പൂൾ ഒറ്റയ്ക്ക് ഇന്ന് ഫ്ലൂട്ട് ചെയ്താണ് GS ടീം. ജോർജോ പൂൾ സിറ്റിയിലോ GS പൂളിൽ കണ്ടെയ്നറിലോ അതിൻ്റെ ബാക്കിലോ ഒന്നിനും ആരുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിട്ട് ലൂട്ട് ചെയ്യാം. ഡെഡ്ലി ടീമിൻ്റെ അടുത്ത് മാത്രമേ ഫൈറ്റ് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ TOD ടീമിൻ്റെ അടുത്ത് ചിലപ്പോൾ ഫൈറ്റ് നടക്കാം. ഷാൻസ് ആർ ബിഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല ലൈവ് എല്ലായിടത്തും ഫോർവേഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്നു. ആരും ലൈവിൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ലൈവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എക്സ്ബൈ ടീം വേഴ്സസ് ടീം നമ്പർ 21 TOD ടീം ചിലപ്പോൾ നടന്നേക്കാം. TOD ടീമിന് തൊട്ടടുത്ത് തന്നെ എക്സ്ബൈ ടീം ഉണ്ട്. അവിടെ ചിലപ്പോൾ നടന്നേക്കാം. 3 പേരേ ഉള്ളൂ. 3 പേരുണ്ട് മതിയാവുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഡെഡ്ലി ടീമും ഇവിടെ ഉണ്ട്. സോ അവിടെ വേറെ ഫ്ലൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് അറിയണം. വണ്ടി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് എക്സ്ബൈ ടീമിൽ ഇപ്പോൾ എക്സ്ബൈ ടീം നേരെ കയറി പുഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എക്സ്ബൈ ടീം എങ്ങോട്ടാണ് പോകുന്നത്? എക്സ്ബൈ ടീം പോകുന്നത് എങ്ങോട്ടാണ്? എക്സ്ബൈ ടീം TOD ടീമിൻ്റെ അടുത്തോട്ടാണ്. ഇല്ല തിരിച്ച് പോകണം. എക്സ്ബൈ ടീം തിരിച്ച് പോകാനാണ് പ്ലാൻ തോന്നുന്നു. എന്നാൽ എക്സ്ബൈ ടീം ഫൈറ്റ് എടുക്കുന്നില്ല. ആദ്യം തന്നെ ഫൈറ്റ് എടുക്കുന്നില്ല. സോ 14 ടീം 55 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ്. 55 പ്ലേയേഴ്സും സ്റ്റിൽ അലൈവ് ഉണ്ട്. നോക്കാം അടി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഡെഡ്ലി ടീമിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വീണ്ടും ഫൈറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് അവർ പോയിട്ടുണ്ട്. 4 ടീം നേരെ പോകുന്നുണ്ട്. 4 ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നില്ല, നേരെ വിടുന്നു. സോ ഫൈറ്റ് ഒന്നും ആദ്യം നടക്കാൻ സാധ്യത. GS ടീം നേരെ ജോർജോ പൂളാണ് ബ്രോ. ജോർജോ പൂളിൽ നിൽപ്പുണ്ട്. അവിടെ ഒരു മനുഷ്യയില്ല. അടുത്ത് പരിസരത്തെ ഒരു മനുഷ്യൻ. ഇവിടെ അടി നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫൈറ്റ്
TOD ടീമായിട്ട് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു TOD ടീം വേഴ്സസ് എക്സ്പൈ ടീം ഒരു ഫൈറ്റ് ഇതാ നടക്കുന്നത്, കിടക്കുന്നു ഫൈറ്റ്. എക്സ്പൈ ടീം വേഴ്സസ് TOD ടീം തന്നെ ഫസ്റ്റ് ഫൈറ്റ് കാണുന്നു. TOD ടീം വേഴ്സസ് എക്സ്പൈ ടീം. TOD ടീം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എക്സ്പൈ ടീം കയറി പുറകെ പോകുന്ന ഫൈറ്റ് എടുക്കുന്നു, പുറകെ പോയി ഫൈറ്റ് എടുക്കുന്ന ടാഗ് കൊടുക്കാൻ നോക്കുന്നു, ടാഗ് നടക്കുന്നില്ല, അവരടിക്കുന്നു, അടിച്ച് നടക്കുന്നില്ല. TOD ടീമിനെ അടിക്കുന്നു. TOD ടീം വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുന്നില്ല, ഒരാൾ നോക്കൗട്ട് ആവാൻ സാധ്യത കൂടുതലാണ്. ഒറ്റ നോക്കൗട്ട് ആവുന്നു. TOD ടീമിന് ഒരാൾ നോക്കൗട്ട് ആക്കി. TOD ടീമിന് ഒരു ടോക്സിക് നോക്കൗട്ട് ടീം എക്സ്പൈൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന എക്സ്പൈൻ്റെ ഒരാൾ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. എക്സ്പൈൻ്റെ ഒരാൾ ഹെൽത്ത് വളരെ കുറവാണ്. എക്സ്പൈൻ്റെ ഒറ്റ ഹെൽത്ത് കുറവാണ്. എക്സ്പെയിൻ 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു കില്ല് കൺഫേം. ബിഗ് ഷോട്ട് ഒരു ആൾ ടീം. എക്സ്പെയിൻ്റെ എക്സ്പെയിൻ എഡ്ഗാറോടെ ഹെൽത്ത് എടുക്കാൻ ബാൻഡേജ് അടിച്ചുകൊണ്ട് എക്സ്പെയിൻ്റെ എക്സ്ഗാറിനെ അടിക്കാൻ വളരെ എളുപ്പമുള്ള ഇപ്പം കയറി അടിച്ച് കഴിഞ്ഞാൽ എക്സ്പെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം TOD ടീമിൽ ഒരാളെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എക്സ്പെയിൻ 2 പ്ലേയേഴ്സ് നോക്കൗട്ടാണ്. കയറി അടിക്കാൻ പറ്റിയ സമയം കയറി അടിക്കുക, അല്ലെങ്കിൽ റിവൈവ് എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സോ എന്തായാലും നോക്കി നോക്കുക. പെട്ടെന്ന് എക്സ്പെയിൻ ടീം കയറി പോകുന്ന എക്സ്പെയിൻ ടീമിന് റിവൈവ് എടുക്കാണ്. ഫസ്റ്റ് റിവൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ റിവൈവ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ബാക്കി ടീമേറ്റ്സ് കയറി വരുമെന്ന് അറിയില്ല. ഇവരെന്താ കയറി അടിക്കാത്ത പുഷ് ചെയ്യുന്ന ഇപ്പം തീരും, കളി ഇപ്പം തീരും. ഇപ്പം എക്സ്പെയിൻ കംപ്ലീറ്റ്ലി വൈപ്പാണ്. പക്ഷേ എക്സ്പെയിനെ അടിക്കാതെ അവർ നിൽക്കുകയാണ്. TOD ടീം ബാക്ക് വഴി കയറി വരുന്നത്. ബാക്ക് വഴി കയറി അടിക്കാനുള്ള പ്ലാനാണോ? ഇല്ല, അവരും അടിക്കുന്നില്ല. ബാക്ക് ആരും വരുന്നില്ല, പുഷ് ചെയ്യുന്നില്ല. വൈമാൻ 3 vs 3 സിറ്റുവേഷനിലോട്ട് വരുന്നു. 1 vs 3 സിറ്റുവേഷൻ, 3 vs 3 സിറ്റുവേഷൻ വൈപ്പ് എടുക്കുന്ന എക്സ്പെക്ട് ഗൊഡ്ഗാറേറ്റ് നോക്കൗട്ട് ആവുന്നു. കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നില്ല. 2 പേര് നോക്കൗട്ട് ആവുന്നു. 2 പേര് സ്റ്റിൽ നോക്കൗട്ട് ആണ്. എക്സ്പെക്ട് സൈക്കോ മാത്രം. എക്സ്പെക്ട് സൈക്കോ ഒറ്റയ്ക്കാണ്. എക്സ്പെക്ട് സൈക്കോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പെക്ട് സൈക്കോ വണ്ടാഷ് നിൽക്കുന്നു. ഒരു അടുത്തോട്ട് ഒരു ബുള്ളറ്റ് പോയി എക്സ്പെക്ട് സൈക്കോ വീഴും. എക്സ്പെക്ട് അങ്ങനെ വൈപ്പ് ആവും നോക്കുന്നത്. എക്സ്പെക്ട് രാവണ വീഴുന്നുണ്ട്. എക്സ്പെക്ട് ഡാർക്ക് സോൾ കാണുന്നില്ല. എക്സ്പെക്ട് സൈക്കോ അങ്ങോട്ട് ഓടി കളിക്കാൻ. എക്സ്പെക്ട് സൈക്കോ നോക്കുന്നു. എക്സ്പെക്ട് സൈക്കോ ഗ്രനേഡ് ഫിനിഷ് ആവുന്നു. ആ ഗ്രനേഡിൽ വീഴുന്നു. എൻ്റെ പിന്നെ മോളിൽ നിന്ന് ഗ്രനേഡ് ഇട്ട് അങ്ങനെ തീർത്തുണ്ട്. എക്സ്പെക്ട് കംപ്ലീറ്റ് വൈപ്പ് ആവുന്നു. TOD ടീം അവിടെ 3 കില്ല് എടുക്കുന്നു. പക്ഷേ TOD ടീം ഒരാൾ ടോക്സിക്കിൻ്റെ കില്ല് ആദ്യമേ അവർ കൺഫേം ആക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ കൺഫേം ആക്കി അവർ സെറ്റ് നിൽക്കുന്നു. സോ നോക്കാം നമ്മൾ ആര് ഫൈറ്റ് എടുക്കുക. അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും? അടുത്ത ഫൈറ്റ് അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീംസിനെ കാണാം. നമുക്ക് ടീമിനെ കാണാം. ഇപ്പം നോക്കിയാൽ നമ്മൾ GS വിടുക. GS ടീമിൻ്റെ ആളാണ്. GS ടീമില്ല വേറെ ഏതെങ്കിലും ടീമിനെ കാണിക്കണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ സമയത്ത് ഇഷ്ടമുള്ള സമയമുണ്ട് ആരെങ്കിലും കാണിക്കാനായിട്ട്. സോ GS ടീമുണ്ട് ഓടിക്കിടന്ന് കളിക്കുകയാണ്. GS ടീമുണ്ട് ജോർജ് പൂൾ സിറ്റിയിൽ അവിടെ കിടന്ന് നല്ല രീതിയിൽ അവിടെ നിന്ന് ലൂട്ട് ചെയ്യുന്നുണ്ട്. ജോർജ് പൂൾ സിറ്റി കട്ടൊക്കെ ലൂട്ട് ചെയ്യാൻ ജോർജ് പൂൾ സിറ്റി എല്ലാവർക്കും സ്വന്തം ഒരു മനുഷ്യമില്ല. റൊസോക്കിൽ സ്വന്തമായിട്ട് TS ടീം സ്വന്തമായിട്ട് ലൂട്ട് ചെയ്യുന്നു. 7 മുഴുവൻ ലൂട്ട് ചെയ്ത് ആംഡ് ടീം സോണിലേക്ക് കയറി വരുന്നു. ഇതിനൊക്കെ നമുക്ക് ടീം 4ൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ ഒരു ഫൈറ്റ് വരും. സിന്നേഴ്സ് എക്സ് ടീം വേഴ്സസ് വൈപ്പർ ടീം നടക്കാൻ ഒരു ചാൻസ് ഉണ്ട്. സിന്നേഴ്സ് എക്സ് ടീം വേഴ്സസ് വൈപ്പർ ടീം നടക്കാൻ ഒരു ചാൻസ് കാണുന്നത് നോക്കാം. ലുനാറ്റിക്കാണ് നോക്കുന്നത്. സിന്നേഴ്സ് എക്സ് ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ് നടക്കാൻ വൈപ്പേഴ്സ് ടീം വേഴ്സസ് സിന്നേഴ്സ് എക്സ് ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ് നടന്നേക്കാം. നോക്കാം അടി നടക്കുമോ ഇല്ലയോ, അത് വേറെ ഒരു ഫൈറ്റ് പോകുമോ? വേറെ അടുത്ത് അങ്ങനെ ഫൈറ്റ് കാണാൻ ചാൻസ് ഇല്ല. ഫെറിപ്പിയറിലും മോസ്റ്റ്ലി 2 സൈഡിൽ സ്പ്ലിറ്റായി നിൽക്കുകയാണ് DS ടീം. ഇവിടെ സിന്നേഴ്സ് എക്സ് ടീമിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നോക്കാം അടി നടക്കുമോ. വൈപ്പറിൻ്റെ അടുത്ത വൈപ്പർ ടീമിൻ്റെ അടുത്തോട്ടാണ് ഓടിച്ചേറി ചെല്ലുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് വൈപ്പറിൻ്റെ അടുത്തോട്ടാണ് ഓടിച്ചേറി ചെല്ലുന്നത്. വൈപ്പർ ടീമിൻ്റെ അടുത്തോട്ട് ഓടിക്കയറി ചെല്ലുന്നുണ്ട്. ലുനാറ്റിക് ഒറ്റയ്ക്ക് ഓടിച്ചേറി കയറുകയാണ്. അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. ആരും ഇല്ല. കുറച്ച് അപ്പുറത്താണ് ആൾ. എന്തായാലും അവിടെ അപ്പുറത്ത് ആളുണ്ട്. കുറച്ച് ദൂരെയാണ് ആൾ. കുഴപ്പമില്ല, അധികം പ്രശ്നമില്ല. വേണമെങ്കിൽ കയറി പോവാം. എന്തായാലും ലൈവ് വന്നുകൊണ്ട് ആരെങ്കിലും ആദ്യം കൊണ്ട് വൈപ്പർ ടീമിനെ ആളൊക്കെ വൈപ്പർ മോഹിത്തിനെ കണ്ട് വൈപ്പർ മോഹിത്തിനെ അടിക്കാൻ ചാൻസ് വൈപ്പർ മോഹിത്തിനെ അടിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. വൈപ്പർ മോഹിത്ത് കയറുന്നതിന് മുന്നേ അടിക്കാമായിരുന്നു. കണ്ടില്ല, സ്മോക്കൊന്നുമില്ല, അതുകൊണ്ട് അടിക്കാൻ പറ്റിയില്ല. എന്തായാലും കയറി പുഷ് ചെയ്യാൻ പോകുന്നുണ്ട്. സൈൻറ്റെക്സ് ലുനാറ്റിക് കയറി പോകും. ഒറ്റയ്ക്ക് പോകും. വൈപ്പർ മോഹിത്ത് ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി ഒറ്റയ്ക്ക് കയറി പോവാണ്. ഒരു സ്കോപ്പൊക്കെ സ്വിച്ച് ചെയ്യുന്നു. ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും നോക്കാം. വൈപ്പർ മോഹിത്ത് അവിടെ ഒറ്റയ്ക്കാണ്. വൈപ്പർ മോഹിത്തിന് അടി കിട്ടാൻ ചാൻസ്. വൈപ്പർ മോഹിത്ത് സിൻറ്റെക്സിൻ്റെ ലുനാറ്റിക് വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അടി കിട്ടുമോ ഇല്ല എന്നുള്ള അറിയില്ല. നോക്കാം അടി കിട്ടുമോ ഇല്ല എന്നുള്ളത്. 13 ടീം 51 പ്ലേയേഴ്സ് സ്റ്റില്ലേ. 13 ടീം 51 പ്ലേയേഴ്സ് സ്റ്റില്ലേ. 55 പേരിൽ 3 പേരാകുന്ന നമ്മുടെ എക്സ്പൈ ടീമിനെ ഫുള്ളി വൈപ്പാക്കുന്നു. TOD ടീമിൽ ഒരാളെ വൈപ്പ് ആയിട്ടുണ്ട്. വൈപ്പർ മോഹിത്തിന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. വൈപ്പർ മോഹിത്ത് വണ്ടി കയറുണ്ട്. വൈപ്പർ മോഹിത്ത് വണ്ടി കയറുന്ന സമയത്ത് അടിക്കുന്നു. വൈപ്പർ മോഹിത്തിന് 1 HP മാറ്റുന്നു. 1 HP ഒരടി കൂടെ കിട്ടിയ വൈപ്പർ മോഹിത്ത് നോക്കൗട്ട്. 1 HP ഒറ്റടി കൂടെ കൊടുക്കുക നോക്കൗട്ടാക്കി വൈപ്പർ മോഹിത്തിന് നോക്കൗട്ടാക്കി. സെക്കൻഡ് കറക്റ്റ് വെയിറ്റ് ചെയ്ത് കട്ടൊക്കെ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ലുനാറ്റിക് കയറി പോകുന്ന ലുനാറ്റിക് മോഹിത്തിനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് ആ സാധനം കൂടെ ലൂട്ട് ചെയ്യാൻ പോകുന്നു. വൈപ്പർ ടീമിൻ്റെ അടുത്ത് ആരും വൈപ്പർ മോഹിത്തിൻ്റെ വൈപ്പർ ടീം ബാക്കി ടീം ഇതാണ്. ഒറ്റയ്ക്ക് പോകാനുള്ള കുഴപ്പം. അടി കിട്ടിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അടിച്ച് ഫിനിഷ് ലൂട്ട് ചെയ്യാൻ പോകുന്നു. അത് ലൂട്ട് ചെയ്യുന്നത് നല്ല ലൂട്ടുണ്ടായിരുന്നു. ലൂട്ട് ചെയ്യില്ല, വേസ്റ്റായി എനിമിക്ക് കൊടുക്കുന്ന അവസ്ഥയായി പോയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക അറിയാം. നോക്കാം. അടിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. നോക്കാം. വൈപ്പറിൻ്റെ ടീം ബാക്കിയുള്ള ടീം വെച്ച് ഇതുവരെ എത്തിയിട്ടില്ല. അവർ ദൂരെ നിൽക്കുകയാണ്. സപ്പോർട്ട് ഇസ് മോട്ടിവേഷൻ. അത് സപ്പോർട്ട് ഇസ് മോട്ടിവേഷൻ. കാരോൺ പറയുന്ന പോലെ സപ്പോർട്ട് ഇസ് മോട്ടിവേഷൻ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്താണ്? എല്ലാവർക്കും ഒന്ന് ലഭിക്കുക. എനിക്ക് TS വേഴ്സസ് BDK TS വേഴ്സസ് BDK എവിടെയാണ്? TS ബേസ് ആണ്. BDK ഫൈറ്റ് നടക്കുന്നു. TS വേഴ്സസ് BDK എവിടെയാണ് നടക്കുന്നത്? BDK 2 പ്ലേയേഴ്സ് നോക്കൗട്ട്. ഒരാൾ ഫിനിഷായി, ഒരാൾ നോക്കൗട്ടാണ്. BDK ചോക്കൗട്ട് ചാടി ഇറങ്ങുന്നത്. BDK ചോക്കോ കൂടെ ചാടി ഇറങ്ങുന്നത് അടിച്ച് ഫിനിഷ് ആക്കുന്നു. സോ BDK ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ആവുന്ന TS ടീം. BDK ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആവുന്ന TS ടീമിനെ വൈപ്പാക്കി 4 കില്ലൊക്കെ സെറ്റായി നിൽക്കുന്നു. സോ ലൈവ് കണ്ടിരിക്കുന്നതിന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. DS ടീമിനടുത്തേക്ക് ഒരു ഫൈറ്റ് എക്സ്ട്രീം ടീം വേഴ്സസ് GS ടീമിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ്
ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ വൈപ്പർ ടീം വേഴ്സസ് സൈനർ 6 ടീം നടക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി അടി നടക്കുന്നു. അടുത്തുണ്ട് വൈപ്പർ ജാക്സ് അടിക്കുന്നു. ഇപ്പോൾ ജാക്സ് അടിക്കുന്നു. M16 വെച്ച് അടിക്കുന്നുണ്ട്. ഒരാളെ നോക്കൗട്ട് ആക്കുന്നു. അടുത്ത ആൾ അടിക്കുന്നു. അടുത്ത ആൾ അടിച്ച് തിരിച്ച് നോക്കൗട്ട് ആക്കുമ്പോൾ ഇല്ല, അടിച്ചില്ല. അവർ സ്നൈപ്പർ എക്സ് അടിക്കുന്നു. അടുത്ത ആളെ നോക്കൗട്ട് ആക്കുന്നു. ഇല്ല, നോക്കൗട്ട് ആയിട്ട് തിരിച്ച് നോക്കൗട്ട് ആയിട്ട് ഒരാൾ മാത്രം ഒരാൾ അടിക്കാൻ ഒരാളും കൂടെ ഉണ്ട്. അതിന് സ്നൈപ്പർ സ്നൈപ്പറെ തിരിച്ചടിക്കുന്നു. സ്നൈപ്പറുടെ കവർ നിൽക്കുക. സ്നൈപ്പറെ കില്ല് കൺഫേം ചെയ്യാൻ കില്ല് കൺഫേം ആകും. സ്നൈപ്പറിനെ നോക്കൗട്ട് ചെയ്യാൻ സാധിച്ചില്ല. 1 HP മാറുന്നു. സ്നൈപ്പർ 1 HP സ്മോക്ക് ഇട്ട് റിവൈവ് എടുക്കാനുള്ള പ്ലാനാണ്. എന്തായാലും വൈപ്പർ ടീമിങ് ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ടീമായി സ്കോഡായിട്ട് ഒറ്റയ്ക്ക് സോളോ കളിച്ച പോലെ എന്തിനാണ് നിങ്ങൾ സ്കോഡ് കളിക്കുന്നത്? വൈപ്പർ ടീം ഒറ്റയ്ക്ക് കളിക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി ഇങ്ങനെയെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് മനസ്സിലാക്കി കളിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സീനിയർ 6 ടീം അവിടെ നിൽപ്പുണ്ട്. വൈപ്പറിൻ്റെ 2 പ്ലേയേഴ്സിൽ ഒരു പ്ലെയർ മാത്രം ഒറ്റ ഫൈറ്റ് ഓഫ് ചെയ്താൽ ഇനിയെങ്കിലും ഒരുമിച്ച് പോയി ഫൈറ്റ് ചെയ്താൽ വീണ്ടും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകും. ഒരാൾ നോക്കായിട്ടുണ്ട്. ഒരാൾ നോക്കായിട്ട് അതിനകത്ത് അഡ്വാൻറ്റേജ് കൊണ്ടെടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. കാര്യം നോക്കാം അവർ വണ്ടി എടുത്ത് നൈസായിട്ട് എടുത്ത് പോകാനാണ് പ്ലാനെന്ന് തോന്നുന്നു. എന്നാലും വണ്ടി എടുത്ത് നൈസായിട്ട് ബാക്ക് വലിയാണെന്ന് തോന്നുന്നു. അത് നല്ല തീരുമാനമാണ്. ചില സമയത്ത് ഔട്ട് നമ്പേർഡ് ആകുമ്പോൾ ആദ്യം തന്നെ ഫൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ബാക്ക് വലിയാം. അത് നല്ല തീരുമാനം. നോക്കാം ഫൈറ്റ് അടുത്ത് വരാൻ ചാൻസ് ഉള്ള ടീം DS ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ് വരാൻ DS ടീം വേഴ്സസ് എക്സ്ട്രീം ടീം ഒരു ഫൈറ്റ് തരാൻ ചാൻസ് ഉണ്ട്. DS ടീം വേഴ്സസ് എക്സ്ട്രീം ടീം ഒരു ഫൈറ്റ് വരാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഹൈപ്പർ വെയിറ്റ് ഒറ്റയ്ക്ക് പോകും. ഹൈപ്പർ വെയിറ്റ് ഇപ്പോൾ വില്ലനുണ്ട്. വില്ലൻ ഹൈപ്പർ വെയിറ്റോടെ പോകുന്നത് നേരെ എക്സ്ട്രീമിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എക്സ്ട്രീമിൻ്റെ അടുത്തോട്ട് പോയി അവിടെ അടി വാങ്ങുമോ അടി കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. നൈസായിട്ട് ബാക്ക് മാറി പോകുന്നുണ്ട്. കുഴപ്പമില്ല. കോറിൻ്റെ ഒരു സൈഡിൽ കൂടെ അവർ പോകുമ്പോൾ മറ്റേ സൈഡിലാണ് അവർ ടീമന്മാർ എക്സ്ട്രീം നിൽക്കുന്നത് 90 നിൽക്കുന്നത്. നോക്കാം എവിടെയാണ് ഫൈറ്റ് എടുക്കുന്നത്. 12 ടീം 45 പ്ലേയേഴ്സ് സ്റ്റില്ലല്ലേ. 12 ടീം 45 പ്ലേയേഴ്സ് സ്റ്റില്ലല്ലേ. ഇതിനൊക്കെ ടീം 20 ആം ടീമിനോട് ഫൈറ്റ് എടുക്കുക. ആം ടീം വേഴ്സസ് TS നടക്കുന്നു. TS പ്ലേയേഴ്സ് ആം ടീം 2 പ്ലേയേഴ്സ് നോക്കണം. ആം റോക്സും അച്ചു മാത്രം ബാക്കി. TOD സ്റ്റിൽ സ്റ്റാൻഡിങ്. TOD ഒരു ടീമിനെ വൈപ്പ് ചെയ്തു. പക്ഷേ ഒരാളെ നഷ്ടമായി TOD ടീമിനെ. TS അടിക്കുന്നു. TS ആം ടീം ഒരു പ്ലെയർ അടിച്ചുകൊണ്ടിരിക്കുന്നു. അടിച്ച് നോക്കൗട്ട് ആകുന്നത്. ഗ്രനേഡുകൾ വീഴുന്നു. ഒരാൾ അടിക്കുന്നു. നോക്കാം അടിക്കുമോ. ഗ്രനേഡുകൾ വീഴുന്ന ഹെൽത്ത് കുറവാണ്. അടിച്ച് നോക്കൗട്ട് ആകുന്നത്. TOD ആം ടീമിന് ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. ആം ടീമിന് ഒരു പ്ലെയർ എവിടെ പോയി നോക്കിയാൽ ആം ടീമിൻ്റെ ഒരു പ്ലെയർ. ആം അച്ചു മാത്രം ബാക്കി. ആം അച്ചു ഒറ്റയ്ക്കാണ്. ആം അച്ചു എന്തെല്ലാവരും ഒറ്റയ്ക്കിട്ട് കളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ ആൾ കുറവാണെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കളിച്ചതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇതാണ്. അവരെല്ലാവരും തീർന്നിട്ട് ആം ഒരു പ്ലെയർ അച്ചു മാത്രം ബാക്കി. ആം അച്ചു എന്ത് ചെയ്യും? ആം അച്ചു കയറി പുഷ് ചെയ്യുമോ അതോ നൈസായിട്ട് എസ്കേപ്പായി സർവൈവ് ചെയ്യുമെന്നറിയില്ല. സർവൈവ് ചെയ്യാനാണ് പ്ലാൻ തോന്നുന്നത്. സർവൈവ് ചെയ്യാനാണ് നൈസായിട്ട് ബാക്ക് വലിയുന്നുണ്ട് പുള്ളി. ബാക്ക് വലിയുന്ന നല്ല തീരുമാനം. ബാക്ക് വലിഞ്ഞതിന് ആദ്യമേ വൈപ്പായി കഴിഞ്ഞ് വരുന്നത് എന്തിനാണ് ആദ്യം വൈപ്പാകുന്നത്? സോ ആം ടീം നൈസായിട്ട് ബാക്ക് വലിയുന്നുണ്ട്. അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക? അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? ബാക്ക് വലിയുന്നില്ല. ഫൈറ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ച് പുള്ളി പോവുകയാണ്. ആംഡിൻ്റെ മാട്രോക്സ് സ്റ്റിൽ നോക്ക്ഡൗൺ. മാട്രോക്സ് എന്നാൽ റിവൈവ് എടുക്കാൻ പറ്റില്ല. ടീസിൻ്റെ മിസ്റ്റർ ഫ്രാഗ് അവിടെ പോകേണ്ട. മിസ്റ്റർ ഫ്രാഗിനെ അടിക്കാൻ ഒരു DP പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. DP പിടിച്ച് പോകുന്നത് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് അറിയില്ല. നോക്കാം അടിക്കുമോ ഇല്ല എന്നുള്ളത്. മിസ്റ്റർ ഫ്രാഗ് AKമോ DP ആണ് പുള്ളിയുടെ കയ്യിരിക്കുന്നത്. അടിക്കുമോ അറിയില്ല. ലൈവ് കണ്ടിരിക്കുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഈസ് അവർ മോട്ടിവേഷൻ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വിലയേറിയ സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷനായിട്ട് കാണിക്കുക. മാട്രോക്സ് ഒരാൾ മിസ്റ്റർ ഫ്രാഗിനെ ടാഗ് കൊടുക്കുന്നു. പക്ഷേ ടാഗ് എടുക്കുന്നത് ഒരു ബുള്ളറ്റ് പോലും കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. എന്തായാലും ആം ബ്രാച്ച് നോക്കുന്നുണ്ട്. ആം ബ്രാച്ചിന് 5 ബാൻഡേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എല്ലാവരും തീർന്നിട്ടുണ്ട്. ഒറ്റൊരു മനുഷ്യൻ മാത്രമാണ് ബാക്കി. ആം ബ്രാച്ച് മാത്രം. ആം ബ്രാച്ചിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് 1 vs 4 ക്ലച്ച് അടിച്ച് കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്യാൻ പറ്റുമോ? അതോ വണ്ടി ഇതിൽ എസ്കേപ്പ് ആവുകയാണോ എന്ന് നോക്കുന്നു. റോസോക്ക് നൈസായിട്ട് ബാക്ക് വലിയാണ് പുള്ളി ബാക്ക് വലിച്ച് അടിക്കുന്നില്ല. ഇപ്പോൾ ഫൈറ്റ് എടുക്കുന്നില്ല. നോക്കാം. അവിടെ TS അവിടെ ആംഡ് മാട്രോക്സിൻ്റെ കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ അടിക്കുന്നുണ്ട്. ആം ബ്രാച്ചിനെ ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആം ബ്രാച്ചിന് നല്ലൊരു ടാഗ് വരാൻ സാധ്യതയുണ്ട്. ആം ബ്രാച്ചിനെ നൈസായിട്ട് കവറൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. പക്ഷേ ആം ബ്രാച്ച് ഈ സമയത്ത് വണ്ടിയൊക്കെ എടുത്ത് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാര്യം ഇനിയും സ്റ്റിൽ 12 ടീം എലൈവാണ്. 11 ടീം. അതെ, നമ്മൾ ഇങ്ങനെ കൂടാതെ 11 ടീം എലൈവാണ്. സോ അതുകൊണ്ട് സർവൈവ് ചെയ്ത് ലാസ്റ്റ് ഫൈറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നോക്കാം അടുത്ത എവിടെയായിരിക്കും ഫൈറ്റ് നടക്കുക. സീനിയർ 6 ടീം നേരെ റൊസോക്കിലോട്ട് പോകുന്നുണ്ട്. സീനിയർ 6 അവിടെ ഫൈറ്റ് എടുത്തേക്കാം. ഇല്ലെങ്കിൽ വേറെ ഫൈറ്റ് എവിടെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ നോക്കിയാൽ വേറെ ഒരു ഫൈറ്റ് ഒന്നും അടുത്തൊന്നും കാണുന്നില്ല. വേറെ ഫൈറ്റ് വരാൻ ചാൻസ് ഇല്ല. TOD ടീം സ്റ്റാൻഡിംഗ് ആണ്. TOD ടീം സ്റ്റിൽ സ്റ്റാൻഡിംഗ്. TOD ടീം നേരെ നിൽക്കുന്നത്. വൈപ്പർ ടീമിൻ്റെ അടുത്തേക്ക് കയറി പോകുന്നുണ്ട്. വൈപ്പർ ടീം 2 പേരേ ഉള്ളൂ. COD ടീം സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. COD ടീം സ്കൂളിൻ്റെ അടുത്ത് ആം ടച്ചോടെ നിൽപ്പുണ്ട്. വേറെ ഫൈറ്റ് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഏതെങ്കിലും ടീമിനെ കാണിക്കണം. ഇപ്പം കാണിക്കാം. സീനിയർ 6ൻ്റെ TSൻ്റെ ബ്ലേസ് 6 കില്ലെടുത്ത് ഇപ്പം തന്നെ MVP-ക്ക് ഒരു വലിയൊരു കാൻഡിഡേറ്റായിട്ട് മാറിയിട്ടുണ്ട്. TSൻ്റെ ബ്ലേസ് 6 kills എടുത്തിട്ടുണ്ട്. 6 കില്ലെടുത്ത്. അതായത് വിലയേറിയ 10 പോയിൻ്റാണ് നിങ്ങൾ MVP പൊസിഷന് കിട്ടുക. സോ MVP പൊസിഷന് ഒരു വലിയൊരു കാൻഡിഡേറ്റായിട്ട് TS ബ്ലേസ് ഉണ്ട്. അതിനിടയ്ക്ക് വേറെ ഫൈറ്റ് എവിടെയാണ് വരുന്നത്? TS ടീം ആച്ചുതാ മുകളിൽ കിടക്കണം. മുകളിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ മണ്ടയിൽ കയറി താഴെ ചാടി ഓടി ചടക്കുന്നു. എന്താണ് നടക്കുന്നത്? എന്താണ് ചെയ്യുന്നത് നീ?
ആംഡച്ചുവിനെ തപ്പി നടക്കുകയാണെന്ന് തോന്നുന്നു ടി എസ് ടീം. ആംഡച്ചുവിനെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. എനിക്ക് സിനോസെക്സിൻ്റെ അടുത്തോട്ടാണ് കയറിപ്പോകുന്നത്. സിനോസെക്സിൻ്റെ അടുത്ത് കയറിപ്പോയി അടി വാങ്ങുമോ എന്നുള്ള കാര്യം ഡൗട്ടുണ്ട്. സിനോസെക്സോടുള്ള കാര്യം അറിയില്ല. ആംഡച്ചു ഒറ്റ കയറിപ്പോവാണ്. സിനോസെക്സ് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആംഡച്ചു അങ്ങോട്ട് പോകുമ്പോൾ സിനോസെക്സിൻ്റെ ഒരു ടാഗ് കിട്ടാൻ ചാൻസ് അടിക്കുന്നില്ല. അവർ കാണുന്നില്ല. അവർക്കറിയില്ല ഒരാൾ മാത്രമേ വരുള്ളൂ എന്ന്. ഒരു ഭാഗത്ത് മാത്രമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും അടിച്ചായിരിക്കും. അവർ ഒരാൾ മാത്രമാണെന്ന് അറിയാത്തതുകൊണ്ട് അവർ നൈസായിട്ട് വണ്ടി എടുത്ത് പോകുന്നു. ആംഡച്ചു രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇതിലേക്ക് 420 വേഴ്സസ് സിനോസെക്സ് ഫൈറ്റ് എടുക്കുന്നു. ഒരാൾ നോക്കൗട്ട് ആകുന്നു. സിയോട് പാന്ത സിനോസെക്സിൽ ഒരാൾ നോക്കൗട്ട് ആകുന്നു. ബാക്കിയുള്ളവർ അടിക്കാൻ വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. 420 ടീം കയറി പുഷ് ചെയ്യുന്നുണ്ട്. 420 ടീം കയറി പുഷ് ചെയ്യാൻ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും മോളോട്ടൊക്കെ എറിഞ്ഞ് അവിടെ മുന്നോട്ട് ആകാശത്ത് കയറിയുന്നു. ഓക്കെ, കോഡക്സ് ഫാൻ്റെ മുകളിലോട്ട് ഗ്രനേഡൊക്കെ വിടുന്നു. താഴോട്ട് ചാടി നോക്കൗട്ട് ആവാതെ നോക്കൗട്ട് ആവാതെ നൈസായി നിൽക്കുന്നു. 420 ബ്ലേഡിനെ നോക്കൗട്ട് ആകുന്നു. 420 ബ്ലേഡിനെ നോക്കൗട്ട് ആകുന്നു. 420 ബ്ലേഡിൻ്റെ കില്ല് ഫിനിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. 420 ജോക്കറിന് ടാഗ് കൊടുക്കുന്നു. 420 ജോക്കറിന് പോകേണ്ട 420 ബ്ലേഡിൻ്റെ കില്ല് കൺഫേം ആവുമെന്ന് പ്രതീക്ഷിക്കാതെ 420 സൈനസ് സ്നൈപ്പറിനെ നോക്കൗട്ട് ചെയ്യുന്നു. അവിടെ റിവൈവ് എടുക്കുമ്പോൾ ഒരാൾ വീണ്ടും നോക്കൗട്ട് ആവുന്നവർക്ക് എന്തായാലും 420 നോക്കൗട്ട് ആവുന്നവർക്ക് ബാക്കിൽ നിന്ന് അടിയുന്നു. സൈനക്സ് ഫിനിഷ് ആവാൻ നോക്കുന്നുണ്ട്. അടി വരുന്നുണ്ട്. സൈനക്സ് വേഴ്സസ് 420 ആണ് നടക്കാൻ. സൈനസിൻ്റെ ഒരു പ്ലെയർ ഫിനിഷ് ആകുമ്പോൾ 420 ഒരു പ്ലെയർ നോക്കൗട്ട് ആവുന്നു. 420 വേഴ്സസ് സൈനസ് നടക്കുന്നു. 420 വേഴ്സസ് സൈനസ് 420 സ്യൂസ് നോക്കൗട്ട് ആണ്. 420 സ്യൂസ് നോക്കൗട്ട് ആകുമ്പോൾ അടിച്ച് നോക്കൗട്ടായി. 420 ഒറ്റ പ്ലെയർ മാത്രമാക്കി. 420 സ്യൂസ് മാത്രമൊന്നും ബാക്കി. ഫ്യൂസ് അല്ല, ഡോക്കർ മാത്രമേ. ഡോക്കർ അടിക്കുന്നു. ഡോക്കർ അടിച്ച് ഒരാളെ നോക്കൗട്ട് ചെയ്യാൻ നോക്കുന്നു. ഒരാളെ നോക്കൗട്ട് ആക്കുന്നു. അടുത്താളെ നോക്കൗട്ട് ചെയ്യാൻ നോക്കുന്നില്ല. അടുത്ത വീണ്ടും സ്റ്റെയർ വരും മുകളിലോട്ട് പോകുന്നു. ഒരാൾ നോക്കൗട്ട് ആയി. രണ്ടുപേരും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്താൾ കയറി അടിക്കാൻ നോക്കി നടന്നില്ല. ഫിനിഷ് ആക്കിയിട്ട് എന്തായാലും 420 ടീം കംപ്ലീറ്റ് 5 പാക്കിൻ്റെ സീനിയർ 3 പ്ലേയേഴ്സ് മാത്രമായിട്ട് ബാക്കിയാവുന്നു. 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ടി എസ് ഉയരെന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. പിന്നെ അല്ല, ടി എസ് ടീമാണ് നിൽപ്പുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. നോക്കാൻ പറ്റുന്ന ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക നോക്കിയാൽ 11 ടീം 37 പ്ലേയേഴ്സും സ്റ്റില്ലേ. 11 ടീം 37 പ്ലേയേഴ്സും മേലെ കൊച്ചിങ്ങിൽ എത്തിയിട്ടുണ്ടോ? കൊച്ചിങ്ങിൽ ഒറ്റയ്ക്കാണ് വേറെ കുഴപ്പമൊന്നുമില്ല. MR റൗഡി എടുത്തൊരു ഫൈറ്റ് നടക്കുക. MR റൗഡി വേഴ്സസ് എക്സ്ട്രീം ടീം നടക്കാൻ ചാൻസ് ഉണ്ട്. MR ടീം വേഴ്സസ് എക്സ്ട്രീം ടീം നടക്കാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. MR ടീം വേഴ്സസ് എക്സ്ട്രീം ടീം ഫൈറ്റ് നടക്കില്ല എന്നുള്ളത് നോക്കുക. MR റൗഡി നിൽപ്പുണ്ട്. എക്സ്ട്രീം ടീം മുകളിൽ നിൽപ്പുണ്ട്. MR റൗഡി നോക്കുകയാണ്. ആളെങ്കിലും ഉണ്ടോ ഇല്ലയോ നോക്കുകയാണ്. എന്നാൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ 1 HP മാറ്റിയിട്ടുണ്ട്. എന്തായാലും അവിടെ അങ്ങോട്ട് തിരിച്ച് ഫൈറ്റ് വരുന്നു. എന്തായാലും ടാഗ് എടുത്തില്ല. എന്തായാലും അങ്ങോട്ട് നല്ലൊരു ടാഗ് കൊടുക്കാൻ നോക്കുന്നത് നടക്കുന്നില്ല. എന്തായാലും MR റൗഡി കയറിപ്പോണ്ട്. MR റൗഡി കയറിപ്പോൾ അടിക്കാൻ നോക്കുന്നു. MR റൗഡി ഒറ്റ കയറി പോവാണ്. ഒറ്റ കയറിപ്പോയി പുഷ് ചെയ്യുന്നുണ്ട്. നോക്കുക ഒറ്റയ്ക്ക് പുഷ് ചെയ്യുന്നത് എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ അടിക്കുന്നുണ്ട്. വണ്ടി കാണുന്നു. വണ്ടി പോകുന്നതാണ്. വണ്ടി അടിച്ച് നോക്കൗട്ടാക്കാൻ നോക്കി നടന്നില്ല. ഒരു ടാഗ് പോലും കിട്ടിയില്ല. എന്തായാലും അവർ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. വണ്ടി എടുത്ത് പോകുമ്പോൾ നോക്കാം അതിന് റിസൾട്ട് ഉണ്ടാവും. ഇല്ല, റിസൾട്ട് ഉണ്ടായില്ല. അവർ നേരെ പോയിട്ട് വണ്ടി എടുത്ത് നൈസായിട്ട് എസ്കേപ്പ് ആയിട്ട് അവിടെ കുഴപ്പമില്ല. 11 ടീം 37 പ്ലേയേഴ്സ് ഉണ്ട്. ഇനി സമയമുണ്ട് ഒരുപാട് അടിക്കാനായിട്ട്. എന്തായാലും ഒരു ബാക്ക് കഴിഞ്ഞ് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വണ്ടിയുടെ പുറകെ പോയി പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് വണ്ടി പുറകെ പുഷ് ചെയ്യാൻ പ്ലാൻ എന്ന് തോന്നുന്നു. നോക്കാം അവർ വണ്ടി എടുത്ത് പുറകെ പോയി പുഷ് ചെയ്യും. ഹൈപ്പർ വെയിറ്റിംഗ് കൂടെ പുറകെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് പുഷ് ചെയ്യാനുള്ള പ്ലാനാണ്. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ള. ഫൈറ്റ് ഇൻറ്റൻസീവ് ആയി പോകുന്നു. 37 ടീം 11 പ്ലേയേഴ്സും 11 ടീം 37 പ്ലേയേഴ്സും മേലെ സ്റ്റിൽ അല്ലേ. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ടോ നോക്കിയാൽ ഡെഡ്ലി ടീം വൈപ്പറായിട്ട് ചിലപ്പോൾ ഫൈറ്റ് എടുത്തേക്കാം. അവിടെ ഫൈറ്റ് നടക്കുന്നില്ല. വേറെ എവിടെയും ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ടോ? വേറെ ഫൈറ്റ് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും MR അവിടെ അവർ പോകുന്നു. അവർ വേറെ വഴിക്കാണ് പോകുന്നത്. അവിടെ ഫൈറ്റ് എടുക്കുന്നില്ല. വേറെ ഫൈറ്റ് ഒന്നും തന്നെ ഇപ്പം നിലവിൽ കാണുന്നില്ല. ഡെഡ്ലി ടീം ചിലപ്പോൾ വൈപ്പറായിട്ട് ഫൈറ്റ് എടുത്തേക്കാം. ഡെഡ്ലി ടീമിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഈ ടീമിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഡെഡ്ലി ടീമിൻ്റെ വണ്ടിയിൽ നിൽക്കുകയാണ്. ഡെഡ്ലി ടീമിൻ്റെ തൊട്ടടുത്താണ് വൈപ്പർ ടീം ഉള്ളത്. വൈപ്പർ ടീമായിട്ട് ഫൈറ്റ് എടുത്തേക്കാം. ചിലപ്പോൾ വൈപ്പർ ടീം വേഴ്സസ് ഡെഡ്ലി ടീം ഒരു ഫൈറ്റ് കാണേക്കാം. നോക്കാം വഴി നടക്കുമോ അതോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. നോക്കാം. ഇപ്പോൾ ഡെഡ്ലി ടീം ഇങ്ങനെ ഇന്നലെ പോയിന്റ് ടേബിൾ ഫസ്റ്റ് പൊസിഷൻ നിൽക്കുകയായിരുന്നു ഡെഡ്ലി ടീം. അതുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാതെ തന്നെ അവർ ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. സർവൈവ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും നോക്കാം. അവിടെ വൈപ്പർ ടീം വേഴ്സസ് ഡെഡ്ലി ടീം നടക്കുകയാണ്. വൈപ്പർ ടീം വേഴ്സസ് ഡെഡ്ലി റെഡ് സോൺ അവർ വണ്ടി വീടിനകത്ത് കയറി നിൽക്കുകയാണ്. നോക്കാം അവിടുത്തെ ഫൈറ്റ് എവിടെയായിരിക്കും വരിക. ഇനി ഏതെങ്കിലും ടീമിനെ കാണിക്കുമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ടീമിനെ കാണിക്കാം. വേറെ പ്രശ്നമില്ല. ഏതെങ്കിലും ടീമിനെ ഇപ്പം കാണിക്കാം. വേറെ ആരും അവരുടെ ഫൈറ്റൊന്നും കാണുന്നില്ല. വേറെ ഫൈറ്റൊന്നും കാണാത്തത് കൊണ്ട് ഫൈറ്റ് കാണുന്നുണ്ടോ? ഇല്ല, ഫൈറ്റൊന്നും കാണുന്നില്ല. ഒരു മിസ്ഫയർ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. TOD ടീം എവിടെയാണ്? TOD ടീം ഞാൻ കണ്ടിട്ട് കുറേ നേരമായി. TOD ടീം ഇവിടെ പോയി. TOD ടീം സോൺ എത്തിയിട്ടില്ല. TOD ടീം സോണിൽ ഔട്ടാണ് ഇപ്പോഴും. സ്റ്റിൽ സോൺ ഔട്ടാണ് TOD ടീം. എന്തുകൊണ്ട് TOD ടീം സോൺ ഔട്ടാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. TOD ടീം എന്തുകൊണ്ട് TOD ടീം സോൺ ഔട്ടാവുമെന്ന് അറിയില്ല. നോക്കാം. ഡെഡ്ലി ടീം സോണിലോട്ട് പോകുന്നു. സോൺ ചെറുതാവുന്നു. 11 ടീം 37 പ്ലേയേഴ്സും സ്റ്റിൽ അല്ലേ. 11 ടീം 37 പ്ലേയേഴ്സ് സ്റ്റിൽ അലേവാകുന്നു. നോക്കാം അടിക്കുന്നു അടയാവുന്നു വരുന്ന അറിയില്ല. നോക്കാം.
കാരോൺ എറിക് അവിടെ ഉണ്ടോ? കാരോൺ ജെന്നിഫർ അവിടെ ഉണ്ടോ? ജെന്നിഫർ ലൈവിലുണ്ടോ? ആരെങ്കിലും ലൈവിലുണ്ടോ? ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? അടി വരുന്നു. വൈപ്പർ ടീം വേഴ്സസ് ടി എസ് ടി നടക്കുന്നു. വൈപ്പർ ടീം വേഴ്സസ് ടി എസ് ടി നടക്കുന്നത് എവിടെയാണ്? വൈപ്പർ ടീം വേഴ്സസ് ടി എസ് ടി നടക്കുന്നു. വൈപ്പർ ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പാക്കിയെന്നാണ് വിശേഷം. അത് ടി എസ് ടീം കംപ്ലീറ്റ്ലി വൈപ്പർ ടീമിനെ വൈപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ വൈപ്പർ ടീം കംപ്ലീറ്റ്ലി വൈപ്പായിട്ടുണ്ട്. നോക്കാം ഇവിടെ അടി നിന്ന് ടി എസ് ടീം കട്ടക്ക് കളിക്കാൻ ടി എസ് ടീം നോക്കി ഇതുവരെ 9 കിലോ എടുത്തിട്ടുണ്ട്. 9 കിലോ വരെ എടുത്തിട്ടുണ്ട്. അടിപൊളി ജി എസ് ടീമുണ്ടോ? ഷാൻപ്രോ ജി എസ് ടീമുണ്ട് ഒരു കുഴപ്പമില്ല. ജി എസ് ടീം സോണിനകത്താണ്, വേറെ പ്രശ്നം തന്നെ ഇല്ല. സോൺ ചെറുതാകുന്നുണ്ട്. ജി എസ് ടീം ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ റൂൺസിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്, വേറെ പ്രശ്നം തന്നെ ഇല്ല. ഇവിടെ നോക്കിയാൽ അടുത്ത ഫൈറ്റിൻ്റെ അടുത്തും ചാൻസ് ഇല്ല. നോക്കാം. ടി എസ് ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് വരാൻ ടി എസ് ടീം വേഴ്സസ് ഡെഡ്ലി ടീം ഒരു ഫൈറ്റ് വരാൻ ചാൻസ്. ടി എസ് ടീം വേഴ്സസ് ഡെഡ്ലി ടീം വഴിയിൽ വെച്ച് രണ്ടും കണ്ടുമുട്ടും തോന്നുന്നു. നോക്കാം. ടി എസ് ടീം വേഴ്സസ് ഡെഡ്ലി ടീം ഇതാ കണ്ടുമുട്ടി. ഇതാ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. അവർ വണ്ടി ചാടി ഇറങ്ങി പക്ഷേ ഇറങ്ങി ആവശ്യമില്ല. അടിക്കുന്നത് പുറകെ നിന്ന് അടിക്കുന്നുണ്ട്. ടി എസിൻ്റെ വെലോ മാത്രം ബാക്കി. വെലോയെ അടിക്കാൻ ചാൻസ്. വെലോ ഒറ്റയ്ക്ക് അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോവുകയാണ്, കറങ്ങി പോകുന്നു, നേരെ പോകുന്നു. പക്ഷേ ബാക്കിയുള്ള ടീമേറ്റ്സ് അവിടെ പോകുന്നുണ്ട്. ബാക്കിയുള്ള ടീമേറ്റ്സ് അവിടെ ഫൈറ്റ് എടുക്കും. ഡനിൽ ഗ്രനേഡ് ചെയ്യുന്നു. ഡനിൽ ഹെൽത്ത് കുറവാണ്. അവിടെ നോക്കട്ടെ. പാണ്ട ഡെഡ്ലി നോക്കൗട്ട് ആകുമ്പോൾ തിരിച്ചാരെങ്കിലും തിരിച്ചാരെ നോക്കൗട്ട് ആയി. ഡെഡ്ലി VPT നോക്കൗട്ട് ആകുന്നു. 2 പ്ലേയേഴ്സ് നോക്കൗട്ട് ആണ്. ഡനിലും വില്ലനും മാത്രം. ഡനിലടിച്ച് ഡനിലിനെ നോക്കൗട്ട് ആകുന്നു. വില്ലൻ ഡെഡ്ലി മാത്രം ബാക്കി. വില്ലൻ ഡെഡ്ലി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില്ലൻ ഡെഡ്ലി നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. അയാളുടെ കില്ല് കൺഫേം ചെയ്ത് അതെങ്കിലും നോക്കട്ടെ. ഒന്നും ആയിട്ടില്ല. ടി എസ് ടീം അങ്ങനെ കംപ്ലീറ്റ് ഡെല്ലി ടീമിനെ വൈപ്പാക്കിയിട്ടുണ്ട്. ഡി എ ടീം അങ്ങനെ കംപ്ലീറ്റ് വൈപ്പാക്കിയിട്ടുണ്ട്. ഡെല്ലി ടീം വൈപ്പായിട്ടുണ്ട്. ഡെല്ലി ടീമിൻ്റെ ഒരു സർവൈവ് എങ്കിലും ചെയ്യാനുള്ള മോഹം ഉണ്ടായിരുന്നു, അതങ്ങനെ പോയിട്ടുണ്ട്. കാരണം ഡെല്ലി ടീമിൻ്റെ സർവേ എങ്കിലും ചെയ്തെങ്കിൽ അവർ ക്വാളിഫൈ ആകുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വൈപ്പായി. അതൊരു ബാഡ് ലക്ക് അല്ലെങ്കിൽ ബാഡ് പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നോക്കാം അടുത്ത ഫൈറ്റിന് എവിടെയായിരിക്കും വരിക. ടി ഒ ഡി ടീം സോണത്തിന് റിസർവേഷൻ ബിഗ് ഫാൻ എന്ന് പറയുന്നത് ക്ലിയർ ലൈവ് ഓൾ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. പിന്നല്ല ജെനിഫർ കാരൻ ഈ അക്കൗണ്ടിൽ നിന്ന് ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ എക്സ്ട്രീം ടീമിൻ്റെ അടുത്ത് ടി എസ് ടീമിൻ്റെ അടുത്ത് എക്സ്ട്രീം ടീം പോകുന്നുണ്ട്. എക്സ്ട്രീം ടീം ടി ടീമിൻ്റെ അടുത്തുണ്ട്. നോക്കി അവിടെ ഫൈറ്റ് നടക്കും. എക്സ്ട്രീം ടീം വേഴ്സസ് ടി എസ് ടീം ഫൈറ്റ് നടക്കും. അറിയാം, കണ്ടിട്ടുണ്ട്. ആളെ കണ്ടു അടിക്കാൻ ചാൻസ് ഉണ്ട്. ആളെ കണ്ടിട്ടുണ്ട്. അവിടെ വീട്ടിനകത്താണെന്നു ഹാളിൽ ബിഗ് ഫാൻ അനസൈൻ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അടിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. ടാഗ് കൊടുക്കാൻ നോക്കും, നടക്കുന്നില്ല. അടി കൊടുക്കുന്നു, പക്ഷെ തിരിച്ചു അടിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഒന്നും കണക്ട് ആവുന്നില്ല. നോക്കി ലൈവിൽ കണ്ടുപിടിക്കുന്ന ആരെങ്കിലും ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. FT അസാസിൻ്റെ ടി ഒ ഡി ടീം വേഴ്സസ് FT ടീം നടക്കുന്ന ടി ടീം ക്ലോസ് റേഞ്ച് ഫൈറ്റ് ആണ്. FT 2 പ്ലേയേഴ്സ് നോക്കൗട്ടാണ്. ടി ഒ ഡി ടീമിൻ്റെ 3 പ്ലേയേഴ്സ് നോക്കൗട്ടാണ്. ടി ഒ ടീം 1 പ്ലെയർ മാത്രമായിട്ട് അവസാനിക്കും തോന്നുന്നു. ടി ഒ ടീമിൻ്റെ ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. ടി ഒ ടീം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. FT ടീം കംപ്ലീറ്റ്ലി വൈപ്പാക്കുന്നു. ടി ഒ ഡി 1 പ്ലെയർ നോക്കൗട്ട് ആയിരുന്നു, പക്ഷേ കംപ്ലീറ്റ് 1 പ്ലെയറിന് ഓൾറെഡി ഫിനിഷ് ആക്കിയിരുന്നു. ആദ്യം ഫിനിഷ് ആയിരുന്നു, പക്ഷേ പിന്നെ കുഴപ്പമൊന്നുമില്ല. ടി ഒ ടീം സെറ്റ് ആയതുകൊണ്ട് ഈ FT ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പാക്കുന്നു. ടി ഒ ടീം ടോട്ടൽ 7 ടീം ടീം നമ്പർ 8 കയറി വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. ടീം ടി എസ് ടീം കയറി വന്ന ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടോ? റിവൈവ് എടുത്തുകൊണ്ട് റിവൈവ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നില്ല. എന്നാലും ടി എസ് ടീം കയറി വരുന്നുണ്ട്. ടി ഒ ടീം വേഴ്സസ് ടി എസ് ടീം നടക്കാൻ ചാൻസ് ഉണ്ട്. ടി ഒ ടീം വേഴ്സസ് ടി എസ് ടീം അടിക്കുന്നു. റാൻഡ് ഫയർ ചെയ്യുന്നു. ടി ഒ നാറ്റോ കവറിൽ നിൽക്കുകയാണ്. ഡാർക്ക് സോളോട് പോകുന്നു. ഡാർക്ക് സോളോട് കവറിൽ നിൽക്കുന്നു. പുറത്തോട്ട് പോയി നോക്കിയാൽ പുറത്താൾ നിൽപ്പുണ്ട്. പുറത്ത് നിൽക്കുന്ന ലെഫ്റ്റിയുടെ പുറകെ നടി വരുന്നു. രക്ഷോട്ട് എൻ്റെ പൊന്നെ. ജസ്റ്റ് പുറകെ ടീം പ്ലേ. ഇതാണ് ടീം പ്ലേ മാൻ. ഇല്ലെങ്കിൽ അടി വന്ന് ചത്തേന അടിക്കുന്നു. അടുത്താൾ അടിച്ച് നോക്കൗട്ടാക്കാൻ നോക്കുന്നുണ്ട്. ഒറ്റ ഒരു 1 HP നിൽക്കുന്നു. 1 HP ടി ഒ നാറ്റോ അടിക്കുന്നു. ടി ഒ നാറ്റോ നോക്കൗട്ട് ആവുന്നു. ടി ഒ ലെഫ്റ്റ് നോക്കൗട്ട് ആവുന്നു. ടി ഒ ഡാർക്ക് സോൾ മാത്രം ബാക്കി. ടി ഒ ഡാർക്ക് സോൾ എന്ത് ചെയ്യും? നോക്കാം. ടി ഒ ഡാർക്ക് സോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒറ്റയ്ക്കാണ് പുള്ളി. ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒറ്റയ്ക്ക് നോക്കൗട്ട് ആവുന്ന ഒറ്റ മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഒറ്റ പോലെ അടിച്ച് ഫിനിഷ് ആക്കി. ടി ഒ ടീം അങ്ങനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആയിട്ടുണ്ട്. ടി ഒ ടീം ടി എസ് ടീം അങ്ങനെ ടോട്ടൽ 7 ടീം നിൽക്കുന്നു. ടി എസ് 1 പ്ലെയറാണ് നഷ്ടമായി. ഫുൾ സപ്പോർട്ട് പിന്നെ അല്ലാതെ. സോ നോക്കാം. എന്നാൽ ടി എസ് ടീം 3 പേരായിട്ട് മാറുന്ന ടി എസ് ടീം ഒരു കില്ല് കൺഫേം ആയി. അവർ ഒരിക്കലും നഷ്ടമായിരുന്നു. ആംഡച്ച് തൊട്ടപ്പുറത്ത് ആംഡച്ച് ഇതെല്ലാം കണ്ട് അവിടെ നിൽപ്പോൾ ആംഡച്ച് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്നു. ഇങ്ങനെ ആവണം. കണ്ടോ, ഒരാൾ ഔട്ട് നമ്പേർഡ് ആകുമ്പോഴത്തേക്ക് സർവൈവ് ചെയ്ത് കളിക്കുക. അത് നല്ലൊരു പ്ലാനാണ്. സർവൈവ് ചെയ്ത് കളിച്ചാൽ അത്രയും നല്ലതാണ് തോന്നുന്നു. ടി ഒ ടീമിയുടെ വൈപ്പായിട്ട് BDക്ക് ഒന്ന് കാണിക്കൂ. BDക്ക് കാണിക്കണമെന്നുണ്ട് ബ്രോ. BDക്ക് ആദ്യം വൈപ്പായി എന്നാണ് എൻ്റെ ഓർമ്മ. BDK ടീം ആദ്യം തന്നെ വൈപ്പായി പോയി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. നോക്കട്ടെ. അതെ, BDK ടീം ആദ്യം തന്നെ വൈപ്പായിട്ടുണ്ട്. ഫസ്റ്റ് വൈപ്പായിട്ട് BDK ആയിരുന്നു. സോ BDK ഫസ്റ്റ് വൈപ്പായിട്ടുണ്ട് BDK. സോ BDK ഇനി നോക്കിയാൽ 7 ടീം 21 പ്ലേയേഴ്സും ലാസ്റ്റ് സോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ടീമിന് 30 ടി എസ് ടീമിൻ്റെ അടുത്തേക്ക് എക്സ്ട്രീം ടീം കയറിയിരുന്നു. അവിടെ ഇതൊരു ഫൈറ്റ് തീരുമാനമായിട്ടില്ല. അവിടെ എക്സ്ട്രീം ടീം വേഴ്സസ് ടി എസ് ടീം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റ് തീരുമാനമായിട്ടില്ല. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം. ടി എസ് ടീം വേഴ്സസ് എക്സ്ട്രീം ടീം നോക്കാം. അവിടെ ഫൈറ്റ് നടക്കുമെന്നുള്ള ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ലൈവ് ലൈക്ക് ചെയ്യുക മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ടീം 4 ആൾ പോകും. ടീം 4ന് ടാഗ് കൊടുക്കാൻ നോക്കുക. ടീം
വേറെ ടീം പോകുന്നുണ്ട്. അവിടെ വേറെ ചെറപ്പറ അടി സിന്നോസെക്സ് അവിടെ ടീം നമ്പർ 24 എക്സ്ട്രീം സിൻവോ DS സ്ട്രഗർ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പൊന്നു പോലെ കോട്ട് ഫാനത്തിന് വണ്ടി പൊട്ടിച്ച് DS ടീം അവിടെ വൈപ്പാക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ ടീം നമ്പർ 4 അവിടെ പുറകെ നിൽക്കുന്നു, വാഴിക്കുന്നു, ചേസ് ചെയ്തായിരിക്കുന്നു. അവിടെ വേറെ ടീമുണ്ട്. എൻ്റെ പൊന്നെ ചെറപ്പറ അടി അടയ്ക്കുന്നു. ടീം നമ്പർ 24 DS കയറി വന്ന് DS അടുത്ത് കയറി പോകുന്നുണ്ട്. സിന്നോക്സ് ഇപ്പോൾ എൻ്റെ പൊന്നെ കട്ട കളി ഇറക്കുകയാണ്. എൻ്റെ പൊന്നെ കളി അൽപ്പൊളി കളി. DS വില്ല ഒരു ഗ്രനേഡ് എറിയുന്നു. ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. DS വില്ല സ്മുക്ക് ചെയ്തെറിയുന്നുണ്ട്. ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. മുകളിലാണ് നല്ല രീതിയിൽ MR റോഡി നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. DS തിരിച്ചടിക്കുന്നുണ്ട്. DS വേല 1 HP പോകുന്നു. പക്ഷേ എക്സ്ട്രീം സെൻവോ അവിടെ GS ആൽഫ സെൻവോ നോക്കൗട്ട് ചെയ്യുന്ന കില്ല് കൺഫേം ആക്കുന്നു. ആൽഫ നോക്കൗട്ട് ആക്കുന്നു. അവിടെ നോക്കാം ഇവിടെ എന്ത് സംഭവിക്കാമെന്ന്. DS ടീമിയുടെ അവിടെ വേലോട്ട് നോക്കൗട്ട് GS ടീമിൽ റേസർ ഫേസിന് നോക്കൗട്ട് ആകുന്നു. എൻ്റെ പൊന്നെ അവിടെ രണ്ടുപേര് നോക്കാവുന്നു. ഇവിടുത്തെ ഫൈറ്റ് റേസർ ഫൈസിനെ കില്ല് അവർ കൺഫേം സ്പെക്ട് DS ടീമിനെ സ്പെക്ട് ചെയ്യുന്നുണ്ട്. DS ടീം അവിടെ നിൽക്കുന്നുണ്ട്. DS ടീം അതിപ്പോൾ ഒരു കുഴപ്പമില്ല. DS ടീം സ്പെക്ട് ചെയ്യുന്നത് DS ടീമിനെ സ്പെക്ട് ചെയ്യുമ്പോൾ DS ടീം വേഴ്സസ് TS ടീമാണ്. DS ടീം വേഴ്സസ് TS ടീം ടോട്ടൽ ഒരു ടീം കില്ലായിട്ട് DS അല്ല ഒരു സിന്നോസെക്സ് ഒരു പ്ലെയറിനെ അവരെ അടിച്ച് മാറ്റി നോക്കാം. അവിടെ ആംഡിന് അച്ചുള്ള സ്റ്റീൽ അവിടെ സർവേ ചെയ്യുന്നു. 7 ടീം 20 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 7 ടീം 20 പ്ലേയേഴ്സ് ബാക്കി. DS ടീം ഇവിടെ നിൽപ്പുണ്ട്. DS ടീം എല്ലാവരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. 4 പേര് ഇവിടെ നിൽപ്പുണ്ട്. DS ടീം വേഴ്സസ് TS ടീമാണ്. DS ടീം നോക്കുന്ന ആംഡ് ടീമിൽ ഒരാൾ അവിടെ നോക്കുന്ന ഒരു ഡ്രോപ്പ് എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാകില്ല. DS ടീം 3 പേരാണുള്ളത്. DS ടീം 4 പേരുണ്ട്. നോക്കാം അവർ പുഷ് ചെയ്യില്ലെന്ന് അറിയില്ല. ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നതിൻ്റെ ഒരു സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. DS ടീം ഇപ്പോൾ DS വേഴ്സസ് TS ടീം 7 ടീം 20 പ്ലേയേഴ്സ് സ്റ്റില്ലേ. 7 ടീം 20 പ്ലേയേഴ്സ് TS വേലൊക്കെ നല്ലൊരു ടാഗ് വേലൊക്കെ നല്ല ടാഗ് കിട്ടുന്നു. ടാഗ് ഇട്ട് TS വേല നൈസായിട്ട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കഴിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് ടാഗ് ഹെൽത്ത് ഒക്കെ എടുക്കുന്നുണ്ട്. നോക്കി എന്തായാലും പുഷ് ചെയ്യുന്നില്ല. അവർ പുഷ് ചെയ്യുന്നുണ്ട്. ഒരാൾ പുഷ് ചെയ്യുന്നു. DS വില്ലിനെ കയറി പുഷ് ചെയ്യാൻ പ്ലാൻ. DS വില്ലിനെ പുഷ് ചെയ്യുമ്പോൾ ഇവിടെ അടുത്തുള്ള ആളെ കണ്ടിട്ടില്ല. DS വില്ലിനെ ആളെ കണ്ട ഒരു ഗ്രനേഡ് എറിയാൻ പ്ലാൻ ഉണ്ട്. ഗ്രനേഡ് എറിയുമ്പോഴത്തേക്ക് മോളി 4 അടിക്കുമെന്ന് അറിയില്ല. നോക്കാം. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മതിലിനപ്പുറം അടിക്കുന്നു. DS വില്ലിനെ നോക്കൗട്ട് ആവുന്നു. ഞാൻ പറഞ്ഞു അവിടെ കണ്ടിട്ടില്ല. DS വില്ലിനെ നോക്കൗട്ട് ആവുന്നു. സൈനസ് ലുനാറ്റിക്സിന് എക്സ്ട്രീം റാംബോ നോക്കൗട്ട് ആവുന്നു. DS വില്ലിൻ്റെ കില്ല് കൺഫേം ആക്കുന്നു. DS നിഞ്ച കയ്യിൽ കൺഫേം ആക്കുന്നു. ഒറ്റയ്ക്ക് കയറി പുഷ് ചെയ്തുള്ള കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പുഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം എന്താ DS നിഞ്ച കയറുമ്പോൾ DS നിഞ്ച അടിക്കുന്നു. നിഞ്ച അടിച്ച് നോക്കൗട്ട് ആക്കുന്നു. നിഞ്ച ഹൈപ്പർ വൈറ്റ് അടിച്ച് നോക്കൗട്ട് ആകുന്നു. നിഞ്ച ഹൈപ്പർ വൈറ്റ് നോക്കൗട്ട് ആകുമ്പോഴത്തേക്കും തല്ലിപ്പൊളിയും വേലോ കയറിയപ്പോൾ വേലോ കയറിയപ്പോൾ വിഞ്ചയ്ക്ക് കവർ ഫയർ ചെയ്യാൻ ഹൈപ്പർ വൈറ്റ് ഹെൽത്ത് എടുക്കുന്ന പണി പോലെ അവിടെ ഹെൽത്ത് അവിടെ കില്ല് കൺഫേം ആക്കാൻ സമൂഹത്തിൽ പുറകിലെടുത്ത് കഴിഞ്ഞാൽ കില്ല് കൺഫേം ആക്കായിരുന്നു. കൺഫേം ആക്കിയിട്ടില്ല. അന്നേരം കൺഫേം ആക്കാൻ നോക്കിയൊന്നും നടക്കുന്നില്ല. അവിടെ കവർ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കവർ കൊടുക്കും. ഹൈപ്പർ വൈറ്റ് ഹെൽത്ത് എടുക്കുന്നില്ലേ. ഹെൽത്ത് പെട്ടെന്ന് ബാക്ക് അടിക്കുക. റിവ്യൂ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഒരു കില്ല് കൺഫേം ആക്കി ഒരു പ്ലെയറിൻ്റെ കില്ല് കൺഫേം ആക്കി കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. ഹൈപ്പർ വൈറ്റ് കയറി വരുന്നു. MR റൗഡിക്ക് ടാഗ് കിട്ടുന്നുണ്ട്. TS തല്ലിപ്പൊളി കയറി പോകുന്നു. TS തല്ലിപ്പൊളി നൈസായിട്ട് കയറി പോകുന്നു. MR റൗഡി ഇവിടെ നൈസായിട്ട് MR റൗഡി തല്ലിപ്പൊളി ഇവിടെ കയറി പോകുന്നു. തല്ലിപ്പൊളിക്ക് അടി വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. തല്ലിപ്പൊളി ചാൻസ് വരുന്നില്ല. TS തിരിച്ച് വീണ്ടും കയറുന്നു. DS ടീം വേഴ്സസ് TS ടീമാണ് ഫൈറ്റ് നടക്കുന്നത്. നോക്കില്ല. DS അബൂമിലോട്ട് പോകാം. DS അബൂമിൽ നിൽപ്പോണ്ട് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഗ്രനേഡ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടി വീഴായിരിക്കും. നോക്കണം. അല്ലെങ്കിൽ പണിപ്പാളും. ഗ്രനേഡ് എറിയുന്നു. ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ചാറ്റ് വാട്സ്ആപ്പ് റെസ്പെക്ട് DS വൈപ്പ് ബിരിക്കും നിൽക്കുകയാണെങ്കിൽ ഹാൽ സബ്സ്ക്രൈബ്. ഓക്കെ. TS ടീം വേഴ്സസ് DS ടീമാണ് നടക്കുന്നത്. TS ടീം വേഴ്സസ് DS ടീം. ഡെഡ് ഷോട്ട് വേഴ്സസ് TS ടസ്കേഴ്സ് ടീമാണ്. DSൻ്റെ അടുത്ത ടീം അവിടെ വേറെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ടച്ച് സ്റ്റിൽ അവിടെ കട്ടക്ക് സർവൈവ് ചെയ്യുന്നു. കൊട്ട സർവൈവ് അങ്ങനെ ഒന്ന് സർവൈവ് ചെയ്യാൻ കണ്ട് പഠിക്കും. പിള്ളേരെ സർവൈവ് ചെയ്യാൻ പഠിക്കും. 6 മച്ചുവിൻ്റെ അടുത്തോട്ട് ആൾ പോകുന്നു. TS ടീം അടുത്തോട്ട് പോകുന്നുണ്ട്. എന്തായാലും നോക്കാം. 7 ടീം 18 പേരും 7 ടീം 18 പേര് അച്ചു ആരും അടിക്കാൻ നോക്കുന്നുണ്ട്. ടീമിൻ്റെ അടുത്തേക്ക് TS ടീമിൻ്റെ അച്ചു ഒരു ഗ്രനേഡൊക്കെ ചെറുപറ അറിയുന്നുണ്ട്. അച്ചു റിവൈവ് ഹെൽത്ത് എടുക്കുക. അവർ തിരിച്ചൊരു ഗ്രനേഡ് വന്നു നേരിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പുറകിൽ GS ടീം വന്നിട്ടുണ്ട്. GS ടീം വേഴ്സസ് അച്ചു നോക്കാം. ആംഡിൻ്റെ അച്ചു മാത്രം പോയി. ആംഡ് വേഴ്സസ് TS വേഴ്സസ് GS. അതിലേക്ക് അവിടെ GS എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയല്ലോ. DS എല്ലാം കൂടെ പണിയായല്ലോ. DS എല്ലാവരും ഇവിടെ ഉണ്ട്. സോ TS വേഴ്സസ് DS ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ GS വേഴ്സസ് ആംഡ് വേഴ്സസ് TS അവിടെ നടക്കുന്നുണ്ട്. നോക്കി ആരെ അടിക്കും നോക്കാം. സോ 7 ടീമാണ് ഇലയുള്ള. 7 ടീമിൽ 5 ടീം ഈ ഭാഗത്തുണ്ട്. 5 ടീമിൽ 6 ടീം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഓക്കെ. സെയിം ചെറുതാണ്. ഇനി ചെറുതാവാൻ എനിക്ക് കുറവേ ഉള്ളൂ. ഇനിയൊന്നും ചെറുതാവാൻ വളരെ കുറച്ചേ ഉള്ളൂ. നോക്കണം. പെട്ടെന്ന് എത്തണം. TSന് ഒരാൾ സോൺ ഔട്ടാണോ? ഓക്കെ. പുള്ളി ഓഫ്ലൈൻ ആയി പോയതാണെന്ന് തോന്നുന്നു. പുള്ളി എന്തായാലും ഓഫ്ലൈൻ ആയിട്ട് സോൺ ഔട്ടായി നിൽക്കുകയാണ്. എന്തായാലും TS നോക്കാം. TS അവിടെ നിൽക്കുന്നുണ്ട്. TS പ്ലേസ് കൊണ്ട് വീഴുന്നുണ്ട്. വീഴുന്നുണ്ട്. TS ആരെ അടിക്കുന്നത് നോക്കിയാൽ TS വേലുവിനെ അടിക്കുന്നുണ്ട്. അവിടെ നടിക്കുന്നുണ്ട്. TS വേലുവിനെ നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നു. TS വേലു നല്ല 1 HP കുറച്ചിട്ടുണ്ട്. TS ഫ്രാഗ് TS അഡ്വാൻസോട് സോണി വീണിട്ടുണ്ട്. DS വേഴ്സസ് TS ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടില്ല. DS വേഴ്സസ് TS സ്റ്റിൽ നിൽക്കുകയാണ്. ഇവർ സോണ് ചെറുതായിട്ടുണ്ട്. സോണ് ചെറുതാകുമ്പോഴത്തേക്കും നോക്കാം. അവർ വണ്ടി എടുത്ത് പുഷ് ചെയ്യാനുള്ള പ്ലാനാണെന്ന്. വണ്ടി എടുത്ത് നൈസായിട്ട് കറങ്ങി പോകാനുള്ള പ്ലാനാണോ എന്ന് അറിയില്ല. എന്തായാലും 3 വണ്ടി അവർക്കുണ്ട്. സൗകര്യത്തിന് 3 വണ്ടി ഉണ്ട്. നോക്കാം. അവിടെ എന്തായാലും ഫൈറ്റ് ഒന്നും നടക്കുന്നില്ല. ഫൈറ്റ് നടക്കാത്ത എന്താണ് ലാസ്റ്റ് സോണിലേക്ക് എത്തുന്നു. ലാസ്റ്റ്
ലാസ്റ്റ് അടിക്കുന്നു GS ആറ്റത്തിൻ്റെ സൗണ്ട് സയൻസ് ലുനാറ്റിക് അടിക്കുന്നു. സയൻസ് ലുനാറ്റിക് അടിച്ച് നോക്കൗട്ടാക്കി ഫിനിഷ് ആക്കുന്നു. GSൻ്റെ ടീമിൻ്റെ നോക്കൗട്ടാക്കി ഫിനിഷ് ആക്കുന്നു. സയൻസ് ലുനാറ്റിക് അടി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കണ്ടറിയാം. നോക്കാം എന്താ സംഭവിക്കുന്നത്. സയൻസ് ലുനാറ്റിക് നോക്കാം എന്താ അടി കിട്ടുമോ ഇല്ലെന്നുള്ള. എക്സ്റ്റീൻഡ് കയറി വന്നു. എക്സ്റ്റീൻഡ് സൈഡിൽ കൂടെ രണ്ടുപേരും കയറി വരുന്നുണ്ട്. സോ എല്ലാ ടീമും എത്തിയിട്ടുണ്ട്. സോണിലോട്ട് കയറണം. DS ടീം സോണിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ടീം സോണിക്കാനായിരിക്കും. സയൻസ് ലുനാറ്റിക്കിന് എക്സ്ട്രീം ലാംബ് ഓടിച്ച് നോക്കൗട്ട് ചെയ്ത് ലാംബ് കില്ല് കൺഫേം ആക്കി. സയനക്സ് ഒറ്റ പ്ലെയർ മാത്രവും ബാക്കി. എക്സ്ട്രീം അവിടെ അടി നടക്കുന്നത്. വേറെ ഒരു പുറകിൽ അടി നടക്കുന്നു. പുറകിൽ എവിടെ അടി ഇറക്കുന്നു നോക്കിയാൽ പുറകിൽ DS ടീമിനെ തടിക്കുന്നു. റൗഡിക്ക് നല്ല ടാഗ് ഇട്ടിട്ട് റൗഡി നല്ല രീതി ടാഗ് ഇടി ഹെൽത്ത് എടുക്കുന്നുണ്ട്. TSൻ്റെ വേലോ നല്ല 1 HP നിൽക്കുകയാണ്. DS ടീം കയറി പോകാൻ ചാൻസ് ഉണ്ട്. TS വേലോ TS തല്ലിപ്പൊളി നിൽക്കുന്നു. DS ടീം ചുറ്റിപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ സോണാത്ത ടീം 13 കയറി വരുന്ന ടീം 13 ഇങ്ങോട്ട് കയറി വരുന്ന ടീം 30 ഇവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം. DS ഹൈപ്പർ വെയിറ്റ് നിൽക്കുന്നു. DS ഹൈപ്പർ വെയിറ്റ് നോക്കി. DS ഹൈപ്പർ ടേപ്പിൽ നിൽക്കുന്നു. അതിൻ്റെ MR ഫൈറ്റിക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. DS ടീം ബാക്കിൽ നിന്ന് കയറി വരുന്നു. TSൻ്റെ 2 ടീം കയറി വരുന്നുണ്ട്. TSൻ്റെ 2 ടീം കൂടെ ഇവിടെ അടിക്കാനുള്ള പ്ലാനാണ്. MR റൗഡി ഇവിടെ വരുന്നുണ്ട്. അവിടെ മൊളോട്ടോവ് കയറുന്നു. മൊളോട്ടോവ് റിസൾട്ട് ഉണ്ടാകുന്ന ഹൈപ്പർ വെയിറ്റ് കൊണ്ട് ഹൈപ്പർ കയറി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹൈപ്പർ വെയിറ്റ് കറങ്ങി കൺഫേം ലൂട്ടിയാണ് ഈ സമയമുണ്ട്. കൊള്ളാം നല്ല സമയം. ലൂട്ടിയാൻ പറ്റിയ സമയമാണ്. അവിടെ MR റൗഡിക്ക് ടാഗ് കിട്ടുന്നുണ്ട്. അവിടെ സൈനക്സ് ലാസ്റ്റ് പ്ലെയർ GS ടീം അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കുന്നു. സോ നോക്കിയാൽ ഇനി ഇപ്പോൾ എത്ര പ്ലെയർ ഉണ്ട്. ടീം 16 പ്ലേയേഴ്സ്. ടീം 14 പ്ലേയേഴ്സ്. ആംഡച്ചോട് എക്സ്ട്രീം റാംബോ നോക്ക് ഔട്ട് എക്സ്ട്രീം റാംബോ നോക്ക് ഔട്ട് ചെയ്യുന്നു. ആംഡച്ചു ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ടാർട്ടായിട്ട് അടിക്കുന്നു. ലുക്കൊക്കെ അടിക്കുന്നു. പക്ഷേ ലുക്കിനെ അടിച്ച് ഫിനിഷ് ആക്കാൻ പറ്റില്ല. ലുക്ക് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോണി കയറണം. എന്തായാലും വൈപ്പ് സോണി കയറില്ലെങ്കിൽ പണി. TS തല്ലിപ്പൊളിയുടെ കാരണം ഇരിക്കുന്നത്. GS സ്റ്റാറ്റസ് സോണി വീഴുന്ന എക്സ്ട്രീം റാംബോയുടെ കില്ല് കിട്ടുന്നു. ആംഡച്ചിന് കിട്ടുന്നു. എക്സ്റ്റെൻഡ് ലുക്ക് കംപ്ലീറ്റ് വൈപ്പ് ആകുന്നു. സോ 4 ടീം 11 പ്ലേയേഴ്സ് മാത്രം. TS തല്ലിപ്പൊളി TS മിസ്റ്റർ ബാൻഡിനെ നോക്കൗട്ട് ചെയ്യുന്നു. AW ഷോ GS ക്രാറ്റോസ് പ്ലേയേഴ്സ് ഒന്ന് തീരുന്നു. സോ GS ടീം കട്ടക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ്. GS ടീം സോണിൽ പല തീർന്നുകൊണ്ടിരിക്കുന്നത്. സോ 4 ടീം 10 പ്ലേയേഴ്സ് അല്ലേ. 4 ടീം 10 പ്ലേയേഴ്സ് പേര് DS ടീമുണ്ട്. TS ടീമുണ്ട്. അതുപോലെ GS ടീമുണ്ട്. TS കൊള്ളാം. TS DTGS എന്തോ ആവട്ടെ. എന്തായാലും എല്ലാ എസ്സും കൂടെ അവിടെ കളിക്കുന്നുണ്ട്. സോ DS ടീമിൻ്റെ 3 പ്ലേയേഴ്സിന് അടിക്കുന്നുണ്ട്. കയറി പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. MR റൗഡി കയറി പോകാൻ നോക്കുന്നു. MR റൗഡി അടിക്കുന്നു. ആരൊക്കെ അടിക്കുന്നുണ്ട്. അവർ കയറുന്നുണ്ട്. അങ്ങോട്ട് കയറി അടിക്ക് രാജപ്പ. അവിടെ അടിക്കുന്നുണ്ട്. നടക്കുന്നില്ല. ഹെൽത്തൊന്നും അടിച്ചുകൊണ്ടിരിക്കുന്നു. ചറപ്പറ അടിക്കുന്നില്ല. ഒന്ന് റിസൾട്ട് ഉണ്ടാകുന്നില്ല. മുകളിൽ 2 പേര് മാത്രമേ ഉള്ളൂ. സ്മോക്ക് ഇട്ട് നിറച്ചിട്ടുണ്ട്. ഒരു സോൺ ഔട്ടാണ്. സോണി കയറി പോയി അടിക്കുമോ എന്താണ് അടിക്കുന്നുണ്ട്. അവിടെ ചെറുപ്പം അടിക്കുന്നുണ്ട്. DS ഹൈപ്പർ പറ്റി നോക്കൗട്ടാണ്. DS ഹൈപ്പർ ഒറ്റ കയറി പോകുന്ന ഒരാൾ നോക്കൗട്ടാണ്. ഒരാളെ കീഴിൽ കൺഫേം ആണ്. TS കംപ്ലീറ്റ് വൈപ്പ് ആക്കിയിട്ടുണ്ട്. DS അങ്ങനെ 2 പേര് നോക്കൗട്ട് ആക്കിയാൽ സാധിച്ചു. പക്ഷേ 3 ആൾക്കാർ വൈപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടീമിനെ വൈപ്പ് ആക്കി. സോ 3 ടീം 8 പ്ലേയേഴ്സുമായിട്ട് മാത്രം മാറുന്നു. 3 ടീം 8 പ്ലേയേഴ്സായിട്ട് മാറുമ്പോൾ അവിടെ 14 വേഴ്സസ് ടീം 14 വേഴ്സസ് GS ടീം നടക്കുന്നു. GS ടീമിന് രണ്ട് ഒരാൾ നോക്കൗട്ട് ആകാൻ. TS ടീമിൽ ഒരു പ്ലെയർ നോക്കൗട്ടാണ്. GS 2 പേര് മാത്രമേ ഉള്ളൂ. അവിടെ അടിക്കുന്നത്. GSൻ്റെ ബ്ലേസ് അടിക്കുന്നു. GSൻ്റെ 1 HP മാറുന്നു. GSൻ്റെ ബ്ലേസ് ഒരടി കൂടെ കിട്ടിയ നോക്കൗട്ട് ആവും. TSൻ്റെ കില്ല് കൺഫേം ആവുന്നു. ഗ്രനേഡ് നോക്കൗട്ട് അതിൻ്റെ പിന്നെ ഫ്രണ്ടിൽ ഗ്രനേഡ് വീഴുന്നു. നോക്കൗട്ട് ആവുന്നു. അടിപൊളി. അവിടെ TS ഒറ്റ പ്ലെയർ മാത്രമേ. GSൻ്റെ റീപ്പർ ഒരു ഗ്രനേഡ് റിസൾട്ട് ആകുന്നില്ല. റീപ്പർ നിൽക്കുന്നു. റീപ്പർ റിവൈവ് എടുക്കാൻ പോകുമോ അടിക്കുമെന്ന് അറിയില്ല. എന്തായാലും ബ്ലേസിൻ്റെ റിവൈവ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ബ്ലേസിൻ്റെ ഹെൽത്ത് കുറവാണ്. DSൻ്റെ MG ഫ്രാഗിനെ അടിച്ച് ഫിനിഷ് ആക്കുന്നത്. സോ TSൻ്റെ കംപ്ലീറ്റ് വൈപ്പ് ആക്കിയിട്ടുണ്ട്. സോ GS വേഴ്സസ് DS ആണ് ഫൈറ്റ് നടക്കുന്നത്. റിവൈവ് എടുക്കുന്ന സമയത്ത് അവർ കയറി അടിക്കുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. DS ടീം സൗണ്ട് എടുക്കുന്നു. 3 vs 2 സിറ്റുവേഷൻ. GS ആണ് റിവൈവ് എടുത്തുകൊണ്ടിരിക്കുന്നു. DS വേഴ്സസ് GS. DS ടീം നോക്കുക. DS ടീമിൽ 4 കില്ല് എടുത്ത് അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് നിൽക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആവാൻ നോക്കുന്നത്. ഷാൻസ് MRS വരെ എത്തിയിട്ടുണ്ട്. അവർ GS ആൽഫ് അടിക്കുന്നു. GS ആൽഫ് അടിച്ച് നോക്കൗട്ട് ആകുന്നു. GS ഒരു പ്ലെയർ ആയിട്ട് മാത്രം മാറുന്നു. ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. DS സംഭവത്തിൽ കയറി പോകുന്നുണ്ട്. റീപ്പറിനെ അടിച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നു. DS ടീം ഇന്ന് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരുന്നു. DS ടീം ചിക്കൻ ഡിന്നർ കൊണ്ടുപോയി. അങ്ങനെ 6 കില്ലുമായിട്ട് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയി. നെറ്റ് ടീമാണ് ലൈവ് കണ്ടുപിടിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഭയങ്കരധികം വാല്യുബിൾ ആണ്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ അത്രയും വാല്യുബിൾ ആണ്. സോ സപ്പോർട്ട് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. സോ DS ടീം 6 കില്ലുമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവരെ ചിക്കൻ ഡിന്നർ സെക്കൻഡ് GS ടീം 6 കില്ല് അവർക്ക് എടുത്തിട്ടുണ്ട്. തേർഡ് പൊസിഷൻ TS ടീം നോക്കിയാൽ 6-3-9 കില്ല് എടുത്തിട്ട് എനിക്കൊന്ന് TS ആയിരിക്കും ഇന്നത്തെ MVP പൊസിഷൻ കിട്ടുക. സോ എന്തായാലും അടിപൊളി കളി. 9 കില്ല് എടുത്ത് TS ടീമിന് അടുത്ത ടീമിന് കിട്ടാൻ 4-3-7-1 8 കില്ല് എടുത്തിട്ടുണ്ട്. എക്സ്ട്രീം ടീമിന് 2 കില്ല് എടുക്കാൻ സാധിച്ചുള്ളൂ. ടീമിന് 1 കില്ല് എടുക്കാൻ പറ്റുള്ളൂ. സൈനക്സ് ടീമിന് എത്ര കില്ല് എടുക്കാൻ സാധിച്ചു? സൈനക്സ് ടീം ടോട്ടൽ 7 കില്ല് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത് എത്തിക്കുന്നത് TOD ടീമിന് എത്ര TOD ടീമിന് 5 കില്ല് എടുക്കാൻ സാധിച്ചില്ല. FT ടീമിന് കില്ലൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഡെഡ്ലി ടീമിനൊന്നും കില്ല് എടുക്കാൻ സാധിച്ചില്ല. വൈപ്പർ ടീമിന് കില്ലൊന്നും എടുക്കാൻ സാധിച്ചില്ല. 420 ടീമിന് കില്ല് എടുക്കാൻ പറ്റിയോ? 420 ടീമിന് 1 കില്ല് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ BDK ടീമിന് കില്ലൊന്നും എടുക്കാൻ സാധിച്ചില്ല. XP ടീമിന് കില്ല് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് ഇന്ന് മാച്ചിലൂടെ കഴിയണം. ലൈവ് കൺപോർട്ട് വാല്യൂ വന്ന് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നമുക്ക് രാത്രി വീണ്ടും MRS റൂം ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റം റൂം മാച്ച് ഉണ്ട്. പറ്റുമെങ്കിൽ ചിലപ്പോൾ വേറെ റൂം ഉണ്ടോ നോക്കാം. എന്തായാലും വന്നവർക്കെല്ലാം താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സോ അങ്ങനെ നമുക്ക് ടാറ്റ പറയാം. സോ ദിസ് ഇസ് Srra signing from Srra Gaming. Stay safe, stay healthy, stay hygiene. Thank you very much.